ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാലത്തേക്ക് യാത്ര ചെയ്യുന്നു. അന്ന് ഭൂമി ഇന്നത്തെ പോലെ ഒന്നുമല്ലായിരുന്നു. പാൻജിയ എന്നറിയപ്പെടുന്ന ഒരു ഭീമൻ ഭൂപ്രദേശം ഭൂമിയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നു. ഒരൊറ്റ വലിയ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷികളോ പൂക്കളോ മനുഷ്യരോ ഇല്ലായിരുന്നു. പുല്ലുപോലും ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഭൂമി പലയിടത്തും ചൂടുള്ളതും വരണ്ടതുമായിരുന്നു. ചില പ്രദേശങ്ങളിൽ സൈക്കാഡുകൾ, ഫേണുകൾ തുടങ്ങിയ പുരാതന മരങ്ങൾ നിറഞ്ഞ വലിയ വനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കഥയിലെ യഥാർത്ഥ താരങ്ങൾ ദിനോസറുകളാണ്. അവർ വരാൻ പോകുകയാണ്. ദിനോസറുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുകയും പതുക്കെ ലോകത്തെ ഏറ്റെടുക്കുകയും അവധി വരികയും ചെയ്തതിൻ്റെ കഥയാണിത്. ഇതെല്ലാം എവിടെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, എല്ലായിടത്തും. ദിനോസറുകൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ജീവിച്ചിരുന്നില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് വിളിക്കുന്നതുൾപ്പെടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവർ ജീവിച്ചിരുന്നു. അവർ നിശബ്ദമായി ലോകത്തിലേക്ക് കടന്നുവന്നു. മൂർച്ചയുള്ള പല്ലുകളും നീളമുള്ള വാലുകളുമുള്ള, ചെറുതും 2 കാലുകളുമുള്ള വേഗതയുള്ള ഓട്ടക്കാരായി. ഇതുവരെ ടീറെക്സ് ഇല്ല, ബ്രാൻഡോസൗറസുമില്ല. പ്രഭാതക്കള്ളൻ എന്ന അക്ഷരാർത്ഥമുള്ള ഇയോറാപ്റ്ററിനെ പോലുള്ള ചെറിയ ജീവികൾ മാത്രം. അവയ്ക്ക് ഒരു നായയുടെ വലുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഏകദേശം 252 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ വംശനാശം സംഭവിച്ചു. പെർമിയൻ ട്രയാസിക് വംശനാശം. സമുദ്രങ്ങളിലെ 90% ജീവികളും കരയിലെ 70% ജീവികളും അപ്രത്യക്ഷമായതായി ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അത് വലിയൊരു നാശനഷ്ടം വിതച്ചു. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? ഇന്നു സൈബീരിയ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ലാവ ഒഴുകുന്നത് സങ്കൽപ്പിക്കുക. ആ വിഷവാതകം വായുവിൽ നിറഞ്ഞ് അത് ശ്വസിച്ച ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. അതിനാൽ ഭൂമി സുഖം പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഇനങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അത് പുതിയ ജീവിതത്തിന് ഇടം നൽകി. ചൂട്, വരൾച്ച, അരാജകത്വം എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്ന ഉരഗങ്ങൾക്ക് ഒരു നേട്ടമുണ്ടായിരുന്നു. ആ അതിജീവിച്ചവരിൽ ചിലർ ദിനോസറുകളുടെ ആദ്യകാല പൂർവികരായിരുന്നു. ഇപ്പോൾ അവരെല്ലാം ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗം പോലെ ഒരുമിച്ച് കറങ്ങുന്നതായി നിങ്ങൾ ചിത്രീകരിക്കുകയാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഈ ആദ്യകാല ദിനോസറുകൾ മറ്റു വിചിത്രമായ ഉരഗങ്ങൾക്കൊപ്പം ജീവിച്ചിരുന്നു. കൊക്കിന്റെ ആകൃതിയിലുള്ള വായകളുള്ള റൈൻകോസോറുകൾ, പിന്നെ മുതലകളുടെ വിദൂര ബന്ധുക്കളായിരുന്ന ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള റൗവിസൂച്ചിയൻസ്. എന്നാൽ അവ 4 കാലുകളിൽ ഓടുകയും പല്ലുകളുള്ള ടാങ്കുകൾ പോലെ കാണപ്പെടുകയും ചെയ്തു. ഒരു രസകരമായ കാര്യമെന്തെന്നാൽ, ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ദിനോസറുകൾ ഭൂമിയുടെ രാജാക്കന്മാരായിരുന്നില്ല. വാസ്തവത്തിൽ മറ്റു ഉരഗങ്ങളായിരുന്നു ഭൂമിയിൽ കോമണായി കൂടുതലുണ്ടായിരുന്നത്. ചരിത്രാതീത കാലത്തെ ഒരു TV പരമ്പരയിലെ താഴേക്കിടയിലുള്ളവരായിരുന്നു അപ്പോൾ ദിനോസറുകൾ. എന്നാൽ അവർ ക്ഷമയോടെ കാത്തിരുന്നു. ദിനോസറുകൾ പതുക്കെ ശക്തി പ്രാപിക്കുന്നതിനുള്ളൊരു കാരണം അവയുടെ കാലുകളാണ്. അതെ, കാലുകൾ. പല ഉരഗങ്ങൾക്കും ഒരാധുനിക പല്ലിയെപ്പോലെ വശങ്ങളിൽ പറ്റി നിൽക്കുന്ന കാലുകൾ ഉണ്ടായിരുന്നപ്പോൾ ദിനോസറുകൾക്ക് കാലുകൾ അവയുടെ ശരീരത്തിനടിയിൽ നേരെ സ്ഥാപിച്ചിരുന്നു, ഒരു പക്ഷിയെയോ നായയെയോ പോലെ. ഇതവരെ മികച്ച നടത്തക്കാരും ഓട്ടക്കാരുമാക്കി. അവയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കുറഞ്ഞ ഊർജം ഉപയോഗിക്കാനും വലുതാകാനും സഹായിച്ചു. മറ്റൊരു നേട്ടം, അവർ മുട്ടയിടുകയും തവളകളെയോ ചില പുരാതന ഉഭയജീവികളെയോ പോലെ പുനരുൽപ്പാദിപ്പിക്കാൻ വെള്ളത്തെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്തു. ഇതിനർത്ഥം അവർക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വരണ്ട പ്രദേശങ്ങളിൽ താമസിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ ഇവിടെ കൗതുകകരമായൊരു കാര്യ,
പാലിയന്റോളജിസ്റ്റുകൾ, ദിനോസറുകളുടെ അസ്ഥികൾ കുഴിച്ചെടുക്കുന്ന ശാസ്ത്രജ്ഞരാണ് ആദ്യകാല ദിനോസറുകളെ ഇത്രയധികം വിജയകരമാക്കിയത് എന്താണെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ചിലരത് അവരുടെ രൂപം കൊണ്ടാണെന്ന് പറയുന്നു. മറ്റുള്ളവർ ഇതവരുടെ ചൂടുരക്തമുള്ള മെറ്റബോളിസമാണെന്ന് വിശ്വസിക്കുന്നു. ചിലർ അവർ ഭാഗ്യവാന്മാരായിരുന്നു എന്ന് പോലും വാദിക്കുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ഛിന്നഗ്രഹമോ അഗ്നിപർവ്വതമോ അവരുടെ വംശത്തെ നശിപ്പിക്കാൻ നിരന്തരം തയ്യാറാകുമ്പോൾ അവർക്കെന്ത് ഭാഗ്യം ലഭിച്ചു? വിചിത്രമായ വേറൊരു കാര്യം ഇന്ത്യയിൽ കണ്ടെത്തിയ അൽവാൽക്കേരിയ എന്ന ഫോസിലായിരുന്നു. മാംസം ഭക്ഷിക്കുന്ന ഈ ചെറിയ ദിനോസർ ഏകദേശം 225 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മധ്യപ്രദേശിലാണ് ജീവിച്ചിരുന്നത്. അവയ്ക്ക് 1 മീറ്ററിലധികം നീളമുണ്ടായിരുന്നു. ചെറുതും വേഗതയേറിയതും, ഒരുപക്ഷെ കീടങ്ങൾ, പല്ലികൾ എന്നിവയും അവർക്ക് സ്നാപ്പ് ചെയ്യാൻ കഴിയുന്ന എന്തും അത് കഴിച്ചിരിക്കാം. കൃത്യമായി കാട്ടിലെ രാജാവല്ല, പക്ഷേ ദിനോസറുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വളരെ നേരത്തെ തന്നെ എത്തിയതിൻ്റെ ആദ്യകാല സൂചനയാണ് ഈ കണ്ടെത്തൽ. ഇപ്പോൾ ഈ രംഗം സങ്കല്പിക്കുക. വരണ്ട മണ്ണുള്ള ചുവന്ന മരുഭൂമിയിലെ ഭൂപ്രകൃതികൾ, കാട്ടിൽ ചലിക്കുന്ന ആദ്യകാല ഫേണുകൾ, വിദൂരമായ അലർച്ച. ഒരു ടീറെക്സിൻ്റേതല്ല, മറിച്ച് നമുക്കറിയാത്ത ചില ആദ്യകാല ബന്ധുക്കളുടെ. 2 കാലുകളുള്ള ചെറിയ ജീവികൾ നിഴലുകൾക്കും വേട്ടയാടലും ഇടയിലാണ്. ഭൂമി വീണ്ടും പുതിയ ജീവനോടെ മുഴങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ഭീമൻ ദിനോസറുകൾ അന്നുണ്ടായിരുന്നില്ലേ എന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാത്തിരിക്കൂ. ആ ഭാഗം പിന്നീട് വരും. ഈ ആദ്യ കാലഘട്ടം ഒരു സ്പോർട്സ് സിനിമയിലെ പരിശീലന മോണ്ടേജ് പോലെയാണ്. ദിനോസറുകൾ ശക്തിയും വേഗതയും സംഖ്യയും വർദ്ധിപ്പിക്കുകയും പതുക്കെ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ ദിനോസറുകൾ എത്തിയിരിക്കുന്നു. വേദി സജ്ജീകരിച്ചിട്ടുണ്ട്. പഴയ ഭരണാധികാരികൾ ഇല്ലാതാവുകയാണ്. ആ വലിയ പല്ലികളുടെ കാലഘട്ടം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 200 മുതൽ 220 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ട്രയാസിക് കാലഘട്ടം അവസാനിക്കുകയും ജുറാസിക് കാലഘട്ടം കടന്നുവരികയും ചെയ്യുന്നു. ഒരിക്കൽ ചെറുതും ചിതറിക്കിടക്കുന്നതുമായ ദിനോസറുകൾ വളരുകയാണ്. വലിപ്പത്തിൽ മാത്രമല്ല, എണ്ണത്തിലും. അവശിഷ്ടങ്ങൾക്കായി പോരാടുന്ന ഒരു കൂട്ടം വിചിത്ര ഉരുകങ്ങൾ ഭൂമിയെ ഇനി ഭരിക്കുന്നില്ല. ദിനോസറുകൾ എങ്ങനെ ആധിപത്യം സ്ഥാപിക്കണമെന്ന് പഠിക്കുകയാണ്. ഒരു കൂട്ട വംശനാശമാണ് ദിനോസറുകൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി സഹായകമായത്. അതെ, ഭൂമി ഒരു നാടകീയമായ റീബൂട്ട് അഥവാ ഒരു പുനരാരംഭത്തിന് തയ്യാറാവുകയാണ്. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ മുതല പോലുള്ള വലിയ റൗസുച്യന്മാരെ പോലെ പ്രബലമായ പല ഉരക ഗ്രൂപ്പുകളെയും എന്തോ ഒന്ന് തുടച്ചു നീക്കി. സൂപ്പർ ഭൂഖണ്ഡം പതുക്കെ പിളരാൻ തുടങ്ങിയതോടെ പാഞ്ചിയയുടെ വിള്ളലുകളിലൂടെ ഉണ്ടായ വൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണിതിന് കാരണമെന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. മറ്റുള്ളവർ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതുവിധേനയായാലും ഇത് ഭക്ഷ്യശൃംഖലയുടെ മുകളിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചു. ആരാണതിൽ കൃത്യമായി വഴുതിപ്പോയതെന്ന് ഊഹിക്കാമോ? അതെ, ദിനോസറുകൾ. ഇപ്പോൾ അവ ലോകമെമ്പാടും വ്യാപിക്കുന്നു. പാഞ്ചിയ ചെറിയ കഷ്ണങ്ങളായി വിഘടിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഭൂഖണ്ഡങ്ങൾ പതിയെ അവയുടെ ആകൃതിയിലേക്ക് നീങ്ങുകയാണ്. ദിനോസറുകൾ വിള്ളലുകളെ പിന്തുടർന്ന് പുതിയ പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ എന്നിവിടങ്ങളിൽ അവരുടെ കാൽപ്പാടുകൾ എല്ലായിടത്തുമുണ്ട്. എന്നിരുന്നാലും അവർ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അത്രയും ഭീമന്മാരല്ല. ഇത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. ചിലത് നീളമുള്ള കഴുത്തുള്ളതും, ചിലത് ശക്തമായ താടിയെല്ലുകളുള്ളതും, ചിലത് ചുറ്റുമുള്ള മറ്റെന്തിനേക്കാളും വേഗത്തിൽ ഓടുന്നതുമാണ്. ഉയർന്നുവരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് സൗറോപോഡുകൾ. ബ്രാക്കിയോസോറസ്, ഡിപ്ലോഡോക്കസ് തുടങ്ങിയ നീളമുള്ള കഴുത്തുള്ള ഭീമന്മാരുടെ ആദ്യകാല ബന്ധുക്കളായിരുന്നു ഇവർ. അക്കാലത്ത് അവ ഇടത്തരം വലിപ്പമുള്ളവയായിരുന്നു. കൂടുതലും 2 കാലുകളിൽ നടക്കുകയും ചെടികൾ കടിച്ചുകീറുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാലക്രമേണ ഭൂമിക്കിതുവരെ അറിഞ്ഞ ഏറ്റവും വലിയ കരജീവികളായി അവ മാറിക്കാണും. മറ്റൊരു ഗ്രൂപ്പാണ് തെറോപോഡുകൾ. മാംസം ഭക്ഷിക്കുന്നവയാണിവ. തുടക്കത്തിൽ ചെറുതും വേഗതയുള്ളതും
എന്നാൽ വളരെ മൂർച്ചയുള്ളതും. തെറോപോഡുകൾ പിന്നീട് ശക്തനായ ടീറെക്സിന് ജന്മം നൽകും. എന്നാൽ ഇപ്പോൾ കൂടുതലും ചിന്തിക്കുന്നത് കൊലോഫിസസിനെ പോലെയാണ്. നീളമുള്ള വാലും ധാരാളം പല്ലുകളുമുള്ള മെലിഞ്ഞ 2 കാലുകളുള്ള വേട്ടക്കാരൻ. നഖങ്ങളും പല്ലുകളുമുള്ള ഗ്രേഹൗണ്ട് പോലെയാണ്. ആകാശത്ത് ടെറോസോറുകൾ എന്നറിയപ്പെടുന്ന ആദ്യകാല പറക്കുള്ള ഉരഗങ്ങൾ പറന്നു നടക്കുന്നു. ഇവ സാങ്കേതികമായി ദിനോസറുകളല്ല, പക്ഷേ അവയുടെ അടുത്ത ബന്ധുക്കളാണ്. ചിലത് കുരുവികളുടെ വലിപ്പമുള്ളവയാണ്, മറ്റു ചിലതിന് ഇതിനകം തന്നെ എത്രയോ മീറ്ററുകളുടെ വലിപ്പമുള്ള ചിറകുകളുണ്ട്. പക്ഷികൾ രംഗപ്രവേശനം ചെയ്യുന്നതിനു മുൻപ് തന്നെ അവർ ഇപ്പോൾ ആകാശം ഭരിക്കുന്നു. ഒരു രസകരമായ കാര്യം, ഇന്നറിയപ്പെടുന്ന ഏറ്റവും പഴയ ദിനോസർ കൂട് ദക്ഷിണാഫ്രിക്കയിലാണെന്ന് കണ്ടെത്തി. അത് മാസോസ്പോണ്ടിലസ് എന്ന നീണ്ട കഴുത്തുള്ള ഡൈനോയിഡതായിരുന്നു. ഉള്ളിൽ ഫോസിൽ ചെയ്ത മുക്കകളും കുഞ്ഞിൻ്റെ അസ്ഥികൂടങ്ങളും ഉണ്ടായിരുന്നു. ഇത് നമ്മോട് അവിശ്വസനീയമായ ഒരു കാര്യം പറയുന്നു. ഇന്നത്തെ പക്ഷികളെപ്പോലെ ദിനോസറുകൾ അവരുടെ കുഞ്ഞുങ്ങളെയും പരിപാലിച്ചിട്ടുണ്ടാകാം. അവർ തണുത്ത രക്തമുള്ള രാക്ഷസന്മാർ മാത്രമായിരുന്നില്ല, അവർ മാതാപിതാക്കളായിരുന്നു. എന്നാൽ എല്ലാം സമാധാനപരമായിരുന്നില്ല. ദിനോസറുകൾക്ക് അപ്പോഴും പരസ്പരം ശ്രദ്ധിക്കേണ്ടി വന്നു. വലിയ തെറോപോഡുകൾ ചെറിയവയെ വേട്ടയാടിയിരുന്നു. സ്വയം രക്ഷയ്ക്കായി സസ്യബുക്കുകൾക്ക് കൂട്ടം കൂട്ടമായി കഴിയേണ്ടി വന്നു. ജീവിതം വന്യവും മത്സരാധിഷ്ഠിതവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമായിരുന്നു. ലോകം ഇപ്പോഴും ചൂടായിരുന്നു. അക്കാലത്ത് മഞ്ഞുപാളികൾ ഉണ്ടായിരുന്നില്ല. സമുദ്രനിരപ്പ് ഉയർന്നിരുന്നു. ഭൂരിഭാഗം ഭൂമിയും ചൂടുള്ളതും ഈർപ്പമുള്ളതുമായിരുന്നു. ഫേണുകളും സൈക്കാഡുകളും ഉയർന്ന കോണിഫർ മരങ്ങളും നിറഞ്ഞ വലിയ വനങ്ങൾ ഭൂമിയുടെ ഭൂരിഭാഗവും മൂടി. പൂക്കളോ പക്ഷികളുടെ പാട്ടോ ഇല്ലാത്ത ഒരു കാട് സങ്കൽപ്പിച്ചു നോക്കൂ. വെറും ഇലകളുടെ ശബ്ദവും വിദൂരമായ വിചിത്ര ജീവികളുടെ ചെറിയ ശബ്ദങ്ങളും മാത്രം. ഈ പുതിയ ലോകത്തെ അതിജീവിക്കാൻ ദിനോസറുകളെ ഇത്ര മികച്ചതാക്കിയതെന്താണെന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. ചിലർ അത് അവരുടെ വഴക്കമുള്ള ഇടുപ്പുകളും കാലുകളുമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ അത് അവരുടെ ശ്വസന വ്യവസ്ഥയാണെന്ന് കരുതുന്നു. ഇന്നത്തെ പക്ഷികൾക്ക് അവിശ്വസനീയമാവിധം മികച്ച ശ്വസനമാർഗമുണ്ട്. ചില ദിനോസറുകൾക്കും സമാനമായ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിൽ ചൂട് നിയന്ത്രിക്കാൻ അവരുടെ ചർമ്മം സഹായിച്ചിട്ടുണ്ടാകാമെന്ന് ഒരു സിദ്ധാന്തം പോലുമുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവ അവരുടെ എതിരാളികളെക്കാൾ മിടുക്കരായിരുന്നു. മറ്റൊരു വിചിത്രമായ കാര്യമാണ്, ചില ദിനോസറുകൾക്ക് തൂവലുകളുണ്ടായിരുന്നു. തൂവലുള്ളത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും തൂവലുകളുണ്ടായിരുന്നു. പക്ഷികൾ പരിണമിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ചൈനയിൽ നിന്നുള്ള ഫോസിലുകളിൽ പൂർണ്ണ ശരീരങ്ങളിൽ തൂവലുകളുള്ള ചെറിയ തെറോപോഡുകളുണ്ടെന്ന് കാണിക്കുന്നു. ഒരു ദിനോസറിന് തൂവലുകൾ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു പക്ഷേ ചൂടിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാവാം, ഒരു പക്ഷേ ഇണകളെ കാണിക്കാൻ വേണ്ടിയായിരിക്കാം, ഒരു പക്ഷേ പറക്കാനാകാം. മറ്റൊരു പ്രധാന കണ്ടെത്തലാണ് ചൈനയിലെ ഈ കീ എന്ന ഒരു ദിനോസർ. അതിന് നീണ്ട വിരലുകളും തൂവലുകളുമുള്ള വവ്വാലു പോലുള്ള ചിറകുകളുണ്ടായിരുന്നു. ഒരു പ്രാവും പറക്കുന്ന അണ്ണാനും തമ്മിലുള്ള ഒരു മിശ്രിതം പോലെയായിരുന്നു അതിനെ കാണാൻ. അത് നന്നായി പറന്നില്ലെങ്കിലും തീർച്ചയായും പുതിയ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുകയായിരുന്നു. അതേസമയം പാൻജിയുടെ തെക്കൻ ഭാഗങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയായ പ്രദേശങ്ങൾ ഉൾപ്പെടെ ദിനോസറുകൾ ശാഖകളായി വളരുകയാണ്. ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും ഫോസിലുകളിൽ തെക്കൻ സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്ന ഇടതൂർന്ന വനങ്ങളിലൂടെ അലഞ്ഞുതിരിയുന്ന ആദ്യകാല സൗറോപോഡുകളും മാംസഭുക്കികളുമാണെന്ന് കാണിക്കുന്നു. ആദ്യകാല നീണ്ട കഴുത്തുള്ള കൂട്ടങ്ങൾ അടിക്കാടുകളിലൂടെ സാവധാനം ചവിട്ടിമെതിക്കുന്നു. തുടർന്ന് ഒരു കുഞ്ഞ് വളരെ ദൂരം സഞ്ചരിക്കുന്നത് കാത്തിരിക്കുന്ന ചെറിയ വേഗതയുള്ള വേട്ടക്കാർ നിശബ്ദമായി പിന്തുടരുന്നു. നമുക്ക് കാണാൻ കഴിയാത്തൊരു സിനിമാ രംഗമാണിത്. പക്ഷേ കാൽപ്പാടുകളും അസ്ഥികളും അത് സംഭവിച്ചതായി മന്ത്രിക്കുന്നു. ഇപ്പോൾ മത്സരം കുറഞ്ഞും പുതിയ ദേശങ്ങൾ തുറക്കും ചെയ്യുന്നതോടെ ദിനോസറുകൾ ഉയരുകയാണ്. അവർ ഭൂമിയുടേതു മാത്രമല്ല, കാലവും ലാവയും ഭാഗ്യവും അനുസരിച്ച് പുനർരൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെയും ഭരണാധികാരികളായി മാറുകയാണ്. ഭീമന്മാരുടെ യുഗം
അടുത്തുവരികയാണ്. ജുറാസിക് കാലഘട്ടം ഇപ്പോൾ പൂർണ്ണതോതിൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 200 മുതൽ 145 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവൻ കുതിച്ചുയരുകയാണ്. ദിനോസറുകൾ ഭൂഖണ്ഡങ്ങളിലുടനീളം വ്യാപിച്ചിട്ടുണ്ട്. അവരിനി അതിജീവിച്ചവർ മാത്രമല്ല, അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇത് ഭീമന്മാരുടെ യുഗമാണ്. ഈ ചരിത്രാതീത ലോകത്ത് എവിടെ നോക്കിയാലും ഭീമാകാരമായ എന്തോ ഒന്ന് ചുറ്റിത്തിരിയുന്നു. സൊറോപോഡുകൾ എന്നറിയപ്പെടുന്ന നീണ്ട കഴുത്തുള്ള ദിനോസറുകൾ കേന്ദ്രസ്ഥാനമേറ്റെടുക്കുന്നു. ഇവയാണ് സസ്യഭുക്കായ ടൈറ്റാനുകൾ, ബ്രാക്കിയോസോറസ്, ഡിപ്ലോഡോക്കസ്, അപ്പറ്റോസോറസ് തുടങ്ങിയ ജീവികൾ. അവയിൽ ചിലത് 80 അടിയിൽ കൂടുതൽ നീളത്തിൽ വളരുന്നു. അതൊരു ബാസ്കറ്റ്ബോൾ കോർട്ടിനേക്കാൾ നീളമുള്ളതാണ്. അവയുടെ കഴുത്ത് മാത്രം 2 നില കെട്ടിടം വരെ ഉയരത്തിൽ നീണ്ടു നിൽക്കും. എന്തുകൊണ്ടാണ് അവർ ഇത്രയും വലുതായത്? കുറച്ചാശയങ്ങളെന്തെന്നാൽ, മറ്റു മൃഗങ്ങൾക്ക് കഴിക്കാൻ കഴിയാത്ത ഉയരമുള്ള മരങ്ങളിൽ എത്തുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. മറ്റു ചിലർ പറയുന്നത് അവയുടെ വലിപ്പം അവയെ വേട്ടമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിച്ചുവെന്നാണ്. ഒരു ഭീമനെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫേൺ, പൈൻ സൂചികൾ പോലുള്ള കടുപ്പമുള്ള സസ്യങ്ങളെ സാവധാനം ദഹിക്കാൻ അവയുടെ വലിയ വയറുകൾ അനുയോജ്യമാണെന്ന് ചില ഗവേഷകർ കരുതുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഭീമൻ കമ്പോസ്റ്റ് ബിൻ കൊണ്ടുപോകുന്നത് പോലെയാണ്. ഒരു രസകരമായ കാര്യമെന്തെന്നാൽ, അവരുടെ തലച്ചോറ് ചെറുതായിരുന്നു. ചിലത് ഒരു വാഴപ്പഴത്തിൻ്റെ വലിപ്പമായിരുന്നു. അത് സങ്കൽപ്പിക്കുക, 10 ആനകളേക്കാൾ ഭാരമുള്ളതും എന്നാൽ ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണപ്പെട്ടിയേക്കാൾ ചെറുതുമായ തലച്ചോറുള്ള ഒരു ജീവി. പക്ഷേ അതിന് കൂടുതൽ ചിന്ത ആവശ്യമായിരിക്കില്ല. ഭക്ഷണം കഴിക്കുക, നടക്കുക, അപകടം ഒഴിവാക്കുക എന്നിവ മാത്രം. എന്നാൽ അത് ഭൂമിയിൽ കറങ്ങുന്ന സൗരോപോഡുകൾ മാത്രമായിരുന്നില്ല. ജുറാസിക് ലോകവും വലിയ വേട്ടക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അക്കാലത്തെ മികച്ച വേട്ടക്കാരിൽ ഒരാളായിരുന്നു അലോസോറസ്. ഇത് ടീറെക്സിനെ പോലെ പ്രശസ്തമായിരുന്നില്ല, പക്ഷേ അത് ബുദ്ധിപരവും വേഗതയേറിയതും മാരകവുമായിരുന്നു. ഫോസിലുകൾ കാണിക്കുന്നത് അത് കൂട്ടമായി വേട്ടയാടിയിട്ടുണ്ടാകാമെന്നാണ്. അലോസോറസിന് മൂർച്ചയുള്ള നഖങ്ങളുണ്ടായിരുന്നു. ആധുനിക കഴുകന്റെ കൊക്കുപോലെ അതിൻ്റെ താടിയെല്ലുകൾ തുറക്കാൻ കഴിയും. അത് ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. സിംഹങ്ങളുടെ ദിനോസർ പതിപ്പ് പോലെ ഒരു കൂട്ടം അലോസോറുകൾ ഒരുമിച്ചോടുന്നു. അതേസമയം സ്റ്റെഗോസോറസ് അതിൻ്റെ ഐക്കോണിക് ബാക്ക് പ്ലേറ്റുകളും തഗോമൈസർ എന്ന് വിളിക്കപ്പെടുന്ന കൂർത്ത വാലും ഉപയോഗിച്ച് ജീവൻ നിലനിർത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെ, ശാസ്ത്രജ്ഞർ യഥാർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നു. അതൊരു കോമിക് സ്ട്രിപ്പിൽ നിന്നാണ് വന്നതെങ്കിലും അത് വളരെ രസകരമാണ്. ആ സ്പൈക്കുകൾ വെറും പ്രദർശനത്തിനായി മാത്രമായിരുന്നില്ല. അവ ഭാരമുള്ളതും മാരകവുമായിരുന്നു. പരിപക്ഷേ കുറച്ചു വേട്ടമൃഗങ്ങളുടെ വാരിയെല്ലുകൾ ഒടിക്കാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു. ഭൂമി കൂടുതൽ വിഭജിക്കാൻ തുടങ്ങിയ സമയം കൂടിയായിരുന്നു ഇത്. പാൻജിയ എന്ന ഏക ഭൂപ്രദേശം വടക്ക് ലോറേഷ്യയായും തെക്ക് ഗൊണ്ട്വാനയായും വിഭജിക്കാൻ തുടങ്ങിയിരുന്നു. ഈ വിഭജനം ഭൂമിശാസ്ത്രത്തെ മാത്രമല്ല, ആവാസവ്യവസ്ഥയെയും മാറ്റിമറിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരം ദിനോസറുകൾ പരിണമിക്കാൻ തുടങ്ങി. പ്രകൃതി സ്വയമെല്ലാം ഷഫിൾ ചെയ്ത് അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് എന്ന് വീക്ഷിക്കുന്നത് പോലെയാണിത്. അപ്പോഴും ഗൊണ്ട്വാനയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ദിനോസറുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലെ ഫോസിലുകളിൽ വലിയ കാലുള്ള പല്ലുകളെന്നർത്ഥം വരുന്ന ബാരാപ്സോറസ് പോലുള്ള ആദ്യകാല സൗരോപോഡുകൾ ഉൾപ്പെടുന്നു. അവൻ ഇപ്പോഴേറ്റവും വലുതായിരുന്നില്ല, പക്ഷേ അവൻ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനകം തന്നെ ഒരു ബസിന്റെ വലിപ്പം അതിനുണ്ട്. ഭീമൻ കോണിഫർ മരങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, വിശാലമായ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദികൾ എന്നിവ നിറഞ്ഞ ഭൂപ്രദേശത്താണ് ഈ ഇന്ത്യൻ സരോപോഡുകൾ താമസിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിലെ ഒരു വിചിത്ര ദിനോസർ മാമെഞ്ചിസോറസ് ഇന്ത്യയിൽ നിന്നുള്ളതല്ല, പക്ഷേ വളരെ വിചിത്രമാണത്. ശരീരത്തിന്റെ മൊത്തം നീളത്തിന്റെ ഏകദേശം 50% അതിന്റെ കഴുത്ത്. അത് തലയിൽ പാമ്പിനെ ഒട്ടിച്ചു ചേർത്ത ഒരു ഒട്ടകപക്ഷിയെ പോലെയാണത്. അതെങ്ങനെയാണ് കഴുത്തുയർത്തിയതെന്നോ എന്തിനാണ് ഉപയോഗിച്ചതെന്നോ ആർക്കും കൃത്യമായി അറിയില്ല. ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതിനോ കൂട്ടുകാരെ ആകർഷിക്കുന്നതിനോ ആയിരിക്കാം അത് തല ഉയർത്തിയിരുന്നത്. അല്ലെങ്കിൽ ഉയരമുള്ള മരങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവർ ശരിക്കും ഇഷ്ടപ്പെട്ടിരിക്കാം. ഈ ഭീമന്മാർ എങ്ങനെയാണ് അവരുടെ ഭീമൻ ഭാരം നിയന്ത്രിച്ചതെന്ന് പേലിയന്റോളജിസ്റ്റുകൾ ഇപ്പോഴും അത്ഭുതപ്പെടുന്നു. അവയുടെ അസ്ഥികൾ പൊള്ളയായിരുന്നു,
പക്ഷികളുടെ അസ്ഥികൾ പോലെ. അത് അവയെ ഭാരം കുറഞ്ഞതാക്കി. മികച്ച രീതിയിൽ ശ്വസിക്കാനും തണുപ്പ് നിലനിർത്താനും സഹായിക്കുന്ന ഭീമൻ എയർ സഞ്ചികളും അവർക്കുണ്ടായിരുന്നു. എയർ കണ്ടീഷനിംഗ് ഉള്ള ഒരു ആനയെ സങ്കൽപ്പിക്കുക. സൗകര്യപ്രദമാണല്ലേ? ജുറാസിക് കാലഘട്ടത്തിലെ കാലാവസ്ഥ പല സ്ഥലങ്ങളിലും ചൂടുള്ളതും ഉഷ്ണമേഖലാ പ്രദേശങ്ങളുമായിരുന്നു. ഭൂമിയുടെ ഭൂരിഭാഗത്തും കട്ടിയുള്ള വനങ്ങൾ വളർന്നു. വലിയ ഫേണുകളും ഈന്തപ്പന പോലുള്ള മരങ്ങളും ദിനോസറുകൾക്ക് അനന്തമായ സാലഡ് ബാറുകൾ നൽകി. ഇതുവരെ ധ്രുവീയ മഞ്ഞുപാളികൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ കാലാവസ്ഥ സ്ഥിരവും ദീർഘവും അലസവുമായ സൗരോപോഡുകളുടെ കൂട്ടങ്ങൾക്ക് ദിവസം മുഴുവൻ കുടിയേറാനും പുതിയ ഭക്ഷണം കണ്ടെത്താനും അനുയോജ്യമായിരുന്നു. എന്നിട്ടും ഈ ഭീമന്മാർ പോലും സുരക്ഷിതരായിരുന്നില്ല. പഴയ നദീതടങ്ങളിൽ കണ്ടെത്തിയ ട്രാക്കുകളിൽ വലിയ വേട്ടമൃഗങ്ങൾ അവയുടെ പിന്നിൽ പിന്തുടരുന്നതായി കാണിക്കുന്നു. കുഞ്ഞുങ്ങളെ നടുവിൽ നിർത്താനും വേട്ടക്കാരെ അകറ്റി നിർത്താനുമായി വലിയ സസ്യബുക്കുകൾ ഇന്ന് ആനകളെപ്പോലെ കൂട്ടമായി സഞ്ചരിച്ചതായി ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. ദിനോസറുകളിലെ സാമൂഹിക പെരുമാറ്റം, അതെ, അതൊരു വലിയ ഗവേഷണ മേഖലയാണ്. മുൻവശത്ത് മുതിർന്നവർ, മധ്യത്തിൽ പ്രായപൂർത്തിയാകാത്തവർ, പിൻഭാഗത്ത് കാവൽ നിൽക്കുന്ന കുറച്ചു മുതിർന്നവർ എന്നിങ്ങനെ സൗരോപോഡുകൾ വരികളിൽ നടക്കുന്നതിൻ്റെ ഫോസിൽ തെളിവുകൾ പോലുമുണ്ട്. അവ ഒരു ദിനോസർ റോഡ് ട്രിപ്പ് പോലെ തോന്നുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദിനോസറുകളുടെ മുട്ടകൾ ഈ സമയത്ത് കൂടുതൽ സാധാരണമായി തീർന്നു. ചൈന, ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദിനോസറുകളുടെ മുഴുവൻ കോളനികളിലും ഒരുമിച്ച് മുട്ടയിടുന്നതായി ഫോസിൽ കാണിക്കുന്നു. ആധുനിക കടലാമകളെപ്പോലെ അവ വർഷം തോറും അതേ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയിരിക്കാം. ചില കൂടുകളിൽ ചെറിയ പല്ലുകളും അസ്ഥികളും കാണിക്കുന്ന ഭ്രൂണങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫോസിലുകൾ പാറകൾ പോലെയല്ല, അവ ശരിക്കും ആ ജീവൻ കാണുന്ന പോലെയുള്ള അപൂർവ നിമിഷങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമിയിലെ ആദ്യത്തെ യഥാർത്ഥ ദിനോസറുകളുടെ സുവർണ കാലഘട്ടമായിരുന്നു ജുറാസിക്. അവ വലുതായി വളർന്നു, കൂടുതൽ വ്യാപിച്ചു, മുൻപത്തേക്കാൾ കൂടുതൽ സൃഷ്ടിപരമായ രീതികളിൽ പരിണമിക്കുകയും ചെയ്തു. നീളമുള്ള കഴുത്തുകൾ, കവചിതവാലുകൾ, വലിയ താടിയെല്ലുകൾ, തൂവലുകളുള്ള കൈകൾ പോലും. ഈ പരിണാമം അതിൻ്റെ പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് കാടുകയറുകയായിരുന്നു. എന്നാൽ ഈ സുവർണ കാലഘട്ടത്തിന് ഒരു വിലയുണ്ടായിരുന്നു. വലിയ മൃഗങ്ങൾക്ക് ഭക്ഷണം കൂടുതൽ ആവശ്യമാണ്. കൂടുതൽ ഭക്ഷണം അർത്ഥമാക്കുന്നത് കൂടുതൽ മത്സരമാണ്. ഭൂഖണ്ഡങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഭീമന്മാരെ ഉയർത്തിയ ലോകം അവസാനം മാറാൻ തുടങ്ങുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യും. ഭീമന്മാർ സിംഹാസനം പിടിച്ചെടുത്തി. എന്നാൽ അതിൻ്റെ സംരക്ഷണം, അത് മറ്റൊരു കഥയായിരുന്നു. ജുറാസിക് കാലഘട്ടത്തിൻ്റെ മധ്യാവസാനത്തിലേക്ക് നീങ്ങുമ്പോഴേക്കും ഭൂമിയിലെ ജീവന് തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ദിനോസറുകൾ എല്ലായിടത്തുമുണ്ട്. വനങ്ങൾ, സമതലങ്ങൾ, നദീതടങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവ അവർ ഭരിക്കുന്നു. എന്നാൽ അവയെല്ലാം ഭീമാകാരമോ പ്രശസ്തമോ അല്ല. അവയിൽ പലതും ചെറുതും വിചിത്രവും അതിജീവനത്തിനായി വ്യത്യസ്ത രീതികളിൽ നിർമ്മിച്ചതുമാണ്. ഈ വിഭാഗത്തെ വേട്ടയാടുന്നതിനെക്കുറിച്ചാണ്. വേട്ടക്കാരും വേട്ടയാടപ്പെട്ടവരും തമ്മിലുള്ള നിരന്തരമായ കളി. നമുക്ക് വേട്ടക്കാരിൽ നിന്ന് ആരംഭിക്കാം. അവയെല്ലാം അലോസോറസിനെ പോലെ വലുതായിരുന്നില്ല. ചിലത് മെലിഞ്ഞതും വേഗതയേറിയതും മൂർച്ചയുള്ളതുമായിരുന്നു. മൃഗീയമായ ശക്തിക്കു പകരം പതിയിരുന്ന് ആക്രമിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അവരിലൊരാൾ ഓർണിത്തോലെസ്റ്റസ് ആയിരുന്നു. അതിനർത്ഥം പക്ഷിക്കള്ളൻ എന്നാണ്. അവൻ യഥാർത്ഥത്തിൽ പക്ഷികളെ മോഷ്ടിക്കുകയായിരുന്നില്ല, പക്ഷേ അവൻ തീർച്ചയായും ചെറിയ ഇരകളെ പിന്തുടരുകയായിരുന്നു. ഏകദേശം 2 മീറ്റർ നീളവും ഇരുകാലുകളിൽ നടക്കുന്നതുമായ അതിന് മൂർച്ചയുള്ള നഖങ്ങളും ശക്തമായ കാലുകളും വായ നിറയെ പല്ലുകളുമുണ്ടായിരുന്നു. ജുറാസിക് കാലഘട്ടത്തിലെ മറ്റൊരു വേട്ടക്കാരൻ കോംസോഗ്നാഥസ് ആയിരുന്നു. ചെറുത്, ഒരു ടർക്കിയേക്കാൾ വലുതല്ല, പക്ഷേ അതിശയകരമാകും വിധം കൂട്ടത്തോടെ മാരകം. സിനിമകളിൽ ചെറിയ ദിനോസറുകൾ ആളുകളുടെ കണങ്കാൽ കടിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്. ദിനോസറുകളുടെ ലോകത്ത് വലിപ്പമായിരുന്നില്ല എല്ലാം എന്നതിൻ്റെ തെളിവാണിത്. ഇരപിടിയൻ മൃഗങ്ങളും പരിണമിച്ചുകൊണ്ടിരുന്നു. ഓടാൻ മാത്രമല്ല, അവ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തു. ചിലർക്ക് അങ്കിലോസോറുകളെപ്പോലെ കവചങ്ങളുണ്ടായിരുന്നു. അവയുടെ പുറം മുഴുവൻ അസ്ഥിഫലകങ്ങളാൽ പൊതിഞ്ഞിരുന്നു.
ഒരാൾക്ക് വാൽ തകർക്കാൻ ഒരു ഗദ പോലും ഉണ്ടായിരുന്നു. കാലുകൾ തകർക്കാനോ എല്ലുകൾ തകർക്കാനോ അനുയോജ്യമാണ്. പിന്നെ സെറാറ്റോപ്സിയന്മാരായ കൊമ്പുള്ള ദിനോസറുകളും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രശസ്തമായ ട്രൈസെറാറ്റോപ്സ് പിന്നീട് ക്രിട്ടേഷ്യസിൽ വരുന്നു. പക്ഷേ അവന്റെ പൂർവികർ ഇതിനകം തന്നെ ഫ്രില്ലുകളും കൊമ്പുകളും വളർത്താൻ തുടങ്ങിയിരുന്നു. ഈ സവിശേഷതകൾ കാഴ്ചയ്ക്ക് മാത്രമായിരുന്നില്ല. അവ പോരാട്ടങ്ങളിൽ സഹായിച്ചിരിക്കാം, കഴുത്ത് സംരക്ഷിച്ചിരിക്കാം, അല്ലെങ്കിൽ സാധ്യതയുള്ള ഇണകളെ ആകർഷിച്ചിരിക്കാം. ഞാൻ അവിവാഹിതനാണ് എന്ന് പറയുന്ന ഒരു ഹെൽമറ്റ് പോലെയാണിത്. കൂടാതെ താറബുക്കുള്ള ദിനോസറുകൾ അല്ലെങ്കിൽ ഹാഡ്രോസോറുകളെ മറക്കരുത്. ഇവ പിന്നീട് വന്നവയാണ്, പക്ഷേ ഇപ്പോൾ പരിണമിക്കാൻ തുടങ്ങി. അവ 2 കാലുകളിൽ നടന്നു, പരന്ന മൂക്കുകളുണ്ടായിരുന്നു. മറ്റു മിക്ക ദിനോസറുകളെക്കാളും നന്നായി ചവയ്ക്കാൻ കഴിയുമായിരുന്നു. അവയുടെ തലയോട്ടിയിൽ ശബ്ദമുണ്ടാക്കാൻ പ്രത്യേക അറകളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പോലും വിശ്വസിക്കുന്നു. അവർ പരസ്പരം സംസാരിച്ചിരുന്നോ, മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ എന്നൊന്നും ആർക്കും ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, അവർ സമർത്ഥരായി മാറുകയായിരുന്നു. ചരിത്രത്തിലെ ഈ ഘട്ടത്തിൽ ദിനോസർ പരിണാമം കാലത്തിനൊപ്പം പ്രവർത്തിക്കുന്നു. ദിനോസറുകൾ ശരീരരൂപങ്ങളിൽ പരീക്ഷണം നടത്തുന്നു. ചിലത് തൂവലുകളുള്ളതായി മാറുന്നു, ചിലത് മുളയ്ക്കുന്ന സ്പൈക്കുകൾ, ഗധകൾ, കൊമ്പുകൾ അല്ലെങ്കിൽ കപ്പലുകൾ. ചിലത് 4 കാലുകളിൽ നടക്കുന്നതിലേക്ക് മടങ്ങുന്നു, ചിലത് ചുരുങ്ങുന്നു. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ചെറിയ ദിനോസറുകൾക്ക് ചില ഗുണങ്ങളുണ്ടായിരുന്നു. അവയ്ക്ക് നന്നായി ഒളിക്കാൻ കഴിയുമായിരുന്നു, ഭക്ഷണം കുറച്ചു മതിയായിരുന്നു, വേഗത്തിൽ നീങ്ങാൻ കഴിയുമായിരുന്നു. ഈ മിനിയേച്ചറൈസേഷനാണ് അവസാനം ആദ്യത്തെ പക്ഷികളിലേക്ക് നയിച്ചത് എന്ന് ചില പാലിയന്റോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നു. അത് ശരിയാവാം, കാരണം ടീറെക്സിനെ പോലുള്ള വലിയ വേട്ടക്കാരിൽ നിന്നല്ല കോഴികൾ വന്നത്. ഇതിനകം തന്നെ കളി മാറ്റാൻ തുടങ്ങിയ ചെറുതും തൂവലുകളുള്ളതുമായ വേട്ടക്കാരിൽ നിന്ന് അവർ പരിണമിച്ചിരിക്കാം. ഈ മാറ്റത്തിന്റെ ഭാഗമായ ഒരു ആകർഷകമായ ദിനോസറാണ് ആർക്കിയോപ്ടെറിക്സ്. ജർമ്മനിയിൽ കണ്ടെത്തിയ ഈ ജീവിക്ക് തൂവലുകളും ചിറകുകളും നഖങ്ങളും ഉണ്ടായിരുന്നു. ഒരു പകുതി പക്ഷി, മറ്റേ പകുതി ദിനോസർ പോലെ. അതിന് പറക്കാൻ കഴിയുമോ എന്ന് നോക്കിയാൽ ഒരു പക്ഷേ ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് പറക്കുന്ന ഒരു കോഴിയെപ്പോലെ പറക്കും. പക്ഷേ അതൊരു പുതിയ തുടക്കമായിരുന്നു. ദശലക്ഷങ്ങളായി ചിറകുകൾ അവർക്ക് പറക്കാൻ വേണ്ടിയായിരുന്നില്ല. അവ പ്രദർശനത്തിനും സന്തുലിതാവസ്ഥയ്ക്കും ചൂടിനും വേണ്ടിയായിരുന്നു. ഇപ്പോൾ ആദ്യമായി അവ ഒരു ദിനോസരനെ നിലത്തുനിന്ന് പുറത്തു പോകാൻ സഹായിച്ചേക്കാം. ചിലതിന് മികച്ച കണ്ണുകൾ കിട്ടി, മറ്റു ചിലർ കൂട്ടമായി വേട്ടയാടി, പലത്തിനും വേഗത കൂടി. പിന്നീട് പ്രത്യക്ഷപ്പെടുന്ന വെലോസിറാപ്റ്റർ പോലുള്ള ദിനോസറുകൾക്ക് അവയുടെ വലുപ്പത്തിനനുസരിച്ച് വലിയ തലച്ചോറുണ്ടായിരുന്നു എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അവയ്ക്ക് പ്രശ്നപരിഹാരം കണ്ടെത്താനും ഇരയെ ട്രാക്ക് ചെയ്യാനും ഒരുപക്ഷെ പതിയിരുന്ന് ആക്രമണം ആസൂത്രണം ചെയ്യാനും കഴിയും. മംഗോളിയയിൽ 2 ദിനോസറുകൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ ഫോസിൽ തെളിവുകളുമുണ്ട്. പ്രോട്ടോസെറാറ്റോപ്പുകളുടെ കഴുത്തിൽ നഖം കുടുങ്ങിയ ഒരു വെലോസിറാപ്റ്റർ. ഇരുവരും പോരാട്ടത്തിനിടയിൽ മരിച്ചു. ഒരുപക്ഷെ മണൽക്കാട്ടിൽ കുടുങ്ങിയിരിക്കാം. ജീവിതം എത്ര ക്രൂരവും പെട്ടെന്നുള്ളതുമാണെന്നതിൻ്റെ ഒരു സ്നാപ്ഷോട്ട്. ഇന്ത്യയിൽ ഫോസിൽ രേഖകൾ ഇപ്പോഴും അപൂർണമാണ്. എന്നാൽ ചെറിയ തെറോപോഡുകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ജീവിക്കുകയും വേട്ടയാടുകയും ചെയ്തിരുന്നുവെന്ന് നമുക്കറിയാം. ഈ പ്രദേശങ്ങൾ നദീതടങ്ങൾ, ഇടതൂർന്ന വനങ്ങൾ, അഗ്നിപർവ്വത കുന്നുകൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു. ഇത് വൈവിധ്യമാർന്ന ഡൈനോ ജീവിതത്തിന് അനുയോജ്യമാണ്. ഈ കാലത്തെ ഒരു വിചിത്രമായ ഒരു കാര്യമാണ്, ചില ഫോസിൽ ചെയ്ത കാൽപ്പാടുകൾ ദിനോസറുകൾ കൂട്ടങ്ങളായി സഞ്ചരിക്കുന്നതായി കാണിക്കുന്നു. പക്ഷേ വളരെ പ്രത്യേകതയുള്ള പാറ്റേണുകളോടെയാണ്. നടുവിൽ മുതിർന്നവരും വശങ്ങളിൽ ചെറിയവരും. ഏതാണ്ട് സൈനിക രൂപീകരണം പോലെയാണ്. അവർ പരസ്പരം സംരക്ഷിക്കുകയായിരുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു, അതോ സ്റ്റൈലായി നീങ്ങുകയായിരുന്നു? ശാസ്ത്രജ്ഞർ ഇപ്പോഴും ജേണലുകളിലും കോൺഫറൻസുകളിലും ചർച്ച ചെയ്യുന്ന നിരവധി പസിലുകളിൽ ഒന്നാണിത്. അതെ, ആ ചർച്ചകൾ തുടരുന്നു. ചില വേട്ടക്കാർ കൂടുതൽ തോട്ടിപ്പണിക്കാരെ പോലെയാണെന്ന് ചില ഗവേഷകർ വിശ്വസിക്കുന്നു.
മറ്റുള്ളവർ കരുതുന്നത് അവർ ജീവനുള്ള ഇരയെ വേട്ടയാടിയെന്നാണ്. ചിലർ ദിനോസറുകൾ ചൂടുള്ള രക്തമുള്ളവയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ തമ്മിൽ അവ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നു. സത്യം അതിൻ്റെ ഇടയിൽ എവിടെയോ ആകാം. പുതിയ പരിസ്ഥിതികളുമായി നിരന്തരം പൊരുത്തപ്പെടുന്ന സ്വഭാവ സവിശേഷതകളുടെ മിശ്രിതമായിരിക്കാം ദിനോസറുകൾ. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എല്ലാം രൂപപ്പെടുത്തി. ദിനോസറുകൾ എങ്ങനെ കാണപ്പെടുന്നു, എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു എന്നതിനെ പോലും ഇത് സ്വാധീനിച്ചു. പരുത്തപ്പെടാൻ കഴിയാത്തവർ അപ്രത്യക്ഷമായി, പരുത്തപ്പെട്ടവർ പരിണമിച്ചു. ഇത് ഏറ്റവും യോഗ്യതയുള്ളവരുടെ അതിജീവനം മാത്രമായിരുന്നില്ല, ഏറ്റവും ബുദ്ധിമാന്മാരുടെ, വേഗതയുള്ളവരുടെ, വിചിത്രന്മാരുടെ, നിഷേധാർഹമുള്ളവരുടെ അതിജീവനമായിരുന്നു. ദിനോസറുകൾ വലുതുമാത്രമായിരുന്നില്ല, അവർ മിടുക്കരായിരുന്നു. എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ പ്രകൃതി അവർക്ക് നേരെ എല്ലാം എറിഞ്ഞുകൊടുത്തു. വേട്ടക്കാരും വേട്ടയാടപ്പെടുന്നവരും തമ്മിലുള്ള ആയുധ മത്സരം കൂടുതൽ തീവ്രമാകും. പുതിയ തന്ത്രങ്ങൾ, പുതിയ ഉപകരണങ്ങൾ, ഒടുവിൽ ചിറകുകൾ. ഇപ്പോൾ ദിനോസറുകൾ ഭൂമി കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള ലോകത്തിൻ്റെ കാര്യമോ? ആകാശത്തേക്കും കടലിലേക്കും സ്വാഗതം. കരയിൽ ജീവിക്കുന്ന അവരുടെ കസിൻസുകളെ പോലെ തന്നെ വിചിത്രരും ധീരരും മിടുക്കരുമായ ജീവികൾ നിറഞ്ഞ തികച്ചും വ്യത്യസ്തമായ 2 യുദ്ധക്കളങ്ങൾ. സൗരോപോഡുകൾ കാടുകൾ ചവിട്ടിമെതിക്കുകയും ടിറനോസോറുകൾ പല്ലുകൾ മൂർച്ച കൂട്ടുകയും ചെയ്തപ്പോൾ ടെറോസോറുകൾ അവയ്ക്ക് മുകളിൽ പറന്നുയർന്നു. തിരമാലകൾക്ക് താഴെ ഒരു ടീറെക്സിനെ പോലും അലോസരപ്പെടുത്തുന്ന രാക്ഷസന്മാർ നീന്തിക്കളിച്ചു. നമുക്ക് ആദ്യം ആകാശത്തെക്കുറിച്ച് സംസാരിക്കാം. അവിടെ ഭരിച്ചിരുന്നവർ ടെറോസോറുകളായിരുന്നു, പറക്കുന്ന ഉരകങ്ങൾ. ദിനോസറുകളല്ല, മറിച്ച് അടുത്ത ബന്ധുക്കൾ. തുകൽ പട്ടങ്ങൾ പോലെ നീളമുള്ള വിരലുകളിൽ നീട്ടിയിരിക്കുന്ന തൊലി കൊണ്ട് നിർമ്മിച്ച ചിറകുകളാണ് ഈ ജീവികൾക്കുണ്ടായിരുന്നത്. ചിലത് അനുരോഗ്നാഥസ് എന്ന ജുറാസിക് കാലഘട്ട ജീവിയേക്കാൾ ചെറുതായിരുന്നു, ഒരു പ്രാവിനേക്കാൾ വലുതുമല്ല. മറ്റു ചില പക്ഷികൾ വളരെ വലുതായിരുന്നു. ക്വെറ്റ്സാൽകോട്ട്ലസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിന് ഒരു ചെറിയ വിമാനത്തിൻ്റെ അത്രയും വീതിയുള്ള ചിറകുകളുണ്ടായിരുന്നു, ഏകദേശം 10 മുതൽ 11 മീറ്റർ വരെ വീതി. അതൊരു ജിറാഫിനേക്കാൾ ഉയരമുള്ളതാണ്, പക്ഷേ അതിന് പറക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇത്രയും വലുത് ഒന്ന് എങ്ങനെയാണ് നിലത്തുനിന്ന് പറന്നുയരുന്നത്? ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. 4 കൈകാലുകളും ഉപയോഗിച്ച് ഇത് സ്വയം പറന്നുയരുന്നതാകാം എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഉയർന്ന പാറക്കെട്ടുകളിൽ നിന്ന് മാത്രമാണ് ഇത് പറന്നത് എന്ന് മറ്റു ചിലർ വാദിക്കുന്നു. യഥാർത്ഥ ഉത്തരം ഇപ്പോഴും എവിടെയെങ്കിലും ഒരു മരുഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്നതായിരിക്കാം. ഈ ടെറോസോറുകൾ എന്താണ് കഴിച്ചിരുന്നത്? മിക്കവാറും മത്സ്യങ്ങൾ, ചെറിയ മൃഗങ്ങൾ, ഒരുപക്ഷെ കുഞ്ഞു ദിനോസറുകൾ. ചിലർക്ക് കുന്തം പോലുള്ള നീളമുള്ള കൊക്കുകൾ ഉണ്ടായിരുന്നതായി ഫോസിലുകൾ കാണിക്കുന്നു. മറ്റു ചിലർക്ക് താടിയെല്ലുകൾക്ക് താഴെ സഞ്ചികളുണ്ടായിരുന്നു. ചരിത്രാതീത കാലത്തെ പെലിക്കാനുകളെപ്പോലെ അവയെക്കുറിച്ച് ചിന്തിക്കുക. ചിലർ മിനുസമുള്ള തലയുള്ളവരായിരുന്നു. മറ്റു ചിലർക്ക് ഫാൻസി ഹെൽമെറ്റുകൾ പോലെ വലിയ ചിഹ്നങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ഉറപ്പില്ല. സന്തുലിതാവസ്ഥയ്ക്കായി, ഇണകളെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ വെറും ഒരു ഷോയ്ക്ക് വേണ്ടി. എന്നാൽ ആകാശം എന്നേക്കുമായി ടെറോസോറുകൾക്ക് മാത്രമായിരുന്നില്ല. ഈ സമയത്താണ് ആദ്യത്തെ യഥാർത്ഥ പക്ഷികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. തൂവലുകൾ, കൊക്ക്, അവരുടെ കസിൻസിനേക്കാൾ ചെറുത്. നാം ആർക്കിയോപ്ട്രിക്സിനെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിരുന്നല്ലോ. അവളുടെ പറക്കൽ കഴിവുകൾ അതിശയകരമല്ലെങ്കിലും അവൾ ഈ പറക്കൽ വിപ്ലവത്തിൻ്റെ പോസ്റ്റർ ചൈൽഡാണ്. പിന്നീട് പരിണാമം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുകയായിരുന്നു. ഗ്ലൈഡിംഗ് വെറും രസിക്കാനല്ലെന്നും അത് വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും നന്നായി വേട്ടയാടാനും പുതിയ സ്ഥലങ്ങളിലെത്താനും അവരെ സഹായിക്കുമെന്ന് തൂവലുകളുള്ള ചില ദിനോസറുകൾക്ക് മനസ്സിലായി. അതേസമയം ജലത്തിൻ്റെ ഉപരിതലത്തിനടിയിൽ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമായിരുന്നു. കടലുകൾ ഭരിച്ചിരുന്നത് ദിനോസറുകളല്ലെങ്കിലും ഉരകങ്ങളായിരുന്നു. നീളമുള്ള കഴുത്തും ഫ്ലിപ്പറുകളുമുള്ള പ്ലെസിയോസോറുകൾ, ഭീമൻ കണ്ണുകളും കൂർത്ത പല്ലുകളുമുള്ള ഇന്നത്തെ ഡോൾഫിനുകളെപ്പോലെ കാണപ്പെടുന്ന ഇക്തിയോസോറുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. അവർ സൗഹൃദത്തിലായിരുന്നില്ല. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ പിന്നീട് വന്നതും എന്നാൽ ആർപ്പ് വിളിക്കാൻ അർഹതയുള്ളതുമായ ഒരു ഭീകരമായ കടൽ രാക്ഷസൻ മൊസാസൗറായിരുന്നു. ചില സ്പീഷീസുകൾക്ക് 15 മീറ്ററിലധികം നീളവും ഇരയെ മുഴുവൻ വിഴുങ്ങാൻ ഇരട്ടക്കീൽ താടിയെല്ലുകളും ഉണ്ടായിരുന്നു.
മറ്റൊരു ഭീമൻ സമുദ്ര ഉരകമായ ലിയോപ്ലോറോഡോൺ ജുറാസിക് സമുദ്രങ്ങളിലെ പ്രധാന വേട്ടക്കാരിലൊന്നായിരുന്നിരിക്കാം. പോപ്കോൺ പോലെ എല്ലുകൾ തകർക്കാൻ കഴിയുന്ന വലിയ തലയും പല്ലുകളുമുള്ള ഒരു ഭീകര ജീവിയായിരുന്നു അവൻ. എന്നാൽ ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. ഈ ജീവികളിൽ ചിലത് പ്രസവിക്കുന്നതായിരുന്നു. പ്രസവിക്കാനിരിക്കെ പൂർണ്ണമായും ഫോസിൽ ചെയ്ത ഇക്തിയോസോറുകൾ അവയുടെ വയറ്റിനുള്ളിൽ കുഞ്ഞുങ്ങളുടെ ഫോസിൽ കണ്ടെത്തിയിരുന്നു. അതിനർത്ഥം ഈ സമുദ്രത്തിലെ ഉരകങ്ങൾക്ക് മുട്ടയിടുന്നതിന് കരയിലേക്ക് ഇഴയേണ്ടി വന്നില്ല എന്നാണ്. അവർ മുഴുവൻ സമയവും കടലിൽ തന്നെയായിരുന്നു. എന്നാൽ ഇതൊക്കെ നമ്മുടെ ഈ ദിനോസർ കഥയ്ക്ക് പ്രാധാന്യം നൽകുന്നത് കാരണമെന്തെന്നാൽ ഇതെല്ലാം ആകാശം, കടൽ, ഭൂമി ഉൾപ്പെടെയുള്ള ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. സമുദ്ര ഉരകങ്ങൾ കടലുകൾ ഭരിച്ചപ്പോൾ അവ മത്സ്യങ്ങളുടെ എണ്ണത്തെ ബാധിച്ചു. ടെറോസോറുകൾ തീരപ്രദേശങ്ങൾക്ക് സമീപം വേട്ടയാടുമ്പോൾ അവ ശിശു ദിനോകളെ തട്ടിയെടുത്തിരിക്കാം. പരസ്പരം നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും ഓരോ ജീവിയും അവരവരുടെ റോൾ പൂർത്തിയാക്കി. സമുദ്രലോകം സമാധാനപരമാണെന്ന് കരുതരുത്. ഈ സമുദ്രജീവികൾ കരയിലെ ദിനോസറുകളെപ്പോലെ തന്നെ കഠിനമായി പോരാടി. വലിയ താടിയെല്ലുകൾ, സ്നീക്ക് ആക്രമണങ്ങൾ, ചില സ്പീഷീസുകളിൽ നരഭോജികൾ പോലും ആട്ടിരുന്നു. അതെ, ചിലർ അവരുടേതായ രീതിയിൽ ഭക്ഷണം കണ്ടെത്തി. പരിണാമം ഒരിക്കലും മര്യാദയുള്ളതല്ലായിരുന്നു. എന്നാൽ കരയിലെ ചില ദിനോസറുകൾ വെള്ളത്തിനടുത്തുള്ള ജീവിതവുമായി പൊരുത്തപ്പെടുകയായിരുന്നു. അടുത്ത കാലഘട്ടത്തിൽ വരുന്ന സ്പിനോസോറസിന് നീളമുള്ള താടിയെല്ലുകളുണ്ടായിരുന്നു. മുതലകളെപ്പോലെ നീന്തിയേക്കാം. മുൻ ബന്ധുക്കൾ ഇതിനകം തന്നെ വെബ്ഡ് കാലുകളുടെയും പാഡിൽ പോലുള്ള വാലുകളുടെയും അടയാളങ്ങൾ കാണിച്ചിരുന്നു. ദിനോസർ കുടുംബം എത്രത്തോളം വൈവിധ്യപൂർണമാണെന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം ആ കാലഘട്ടത്തിലെ തെക്കൻ സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്ന പുരാതന ഇന്ത്യയിൽ പറക്കുന്ന കടൽ ഉരകങ്ങളുടെ അടയാളങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ച് മേഖലകാലിൽ നിന്ന് ഇക്തിയോസോർ പോലുള്ള ജീവികളുടെ ഫോസിൽ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോൾ വരണ്ട ഭൂമിയുള്ള കടൽ തീരങ്ങളിൽ തിരമാലകൾ അലയടിക്കുന്നത് സങ്കൽപ്പിക്കുക. ആ തിരമാലകളിലൂടെ ഒരിക്കൽ ബസ്സുകളെക്കാൾ നീളമുള്ള ജീവികൾ മിസൈലുകൾ പോലെ വെള്ളത്തിൽ കുതിച്ചിരുന്നു. നമ്മൾ കൂടുതൽ കുഴിക്കുമ്പോൾ എല്ലാം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു വിചിത്രമായ കാര്യമുണ്ട്. ശാസ്ത്രജ്ഞർ അടുത്തിടെ ഫോസിൽ ചെയ്ത ടെറോസോർ കാഷ്ടം കണ്ടെത്തിയിരുന്നു. അതിനുള്ളിൽ ഷെൽ ജീവികളെപ്പോലെ എന്തോ അവർ കണ്ടെത്തി. അതായത് ചില ടെറോസോറുകൾ ഞണ്ടുകളെയോ ഷെൽഫിഷുകളെയോ പോലത്തെ ഭക്ഷണം കഴിച്ചിരിക്കാം. ഒരു പറക്കുന്ന രാക്ഷസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ സങ്കല്പിക്കുന്നത് പോലെയല്ല, അല്ലേ? അക്കാലത്ത് വായു പോലും വ്യത്യസ്തമായിരുന്നു. ചില കാലഘട്ടങ്ങളിൽ ഓക്സിജന്റെ അളവ് കൂടുതലായിരുന്നു. ഇത് വലിയ പറക്കുന്ന മൃഗങ്ങളെ അതിജീവിക്കാൻ സഹായിച്ചിട്ടുണ്ടാകാം. കെറ്റ്സാൽകോട്ട്ലസ് പോലുള്ള ജീവികൾ പോലും സാധ്യമായത് ഇതുകൊണ്ടാണെന്ന് ചില ഗവേഷകർ കരുതുന്നു. ഇന്നത്തെ അന്തരീക്ഷം ചുറ്റും പറക്കുന്ന വലിയ കാര്യങ്ങളെ പിന്തുണയ്ക്കില്ലായിരിക്കാം. അതിനാൽ അടുത്ത തവണ പടികൾ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ശ്വാസം മുട്ടുമ്പോൾ വായുവിനെ കുറ്റപ്പെടുത്തുക. ദിനോസറുകൾ അവരുടെ കടൽ ആകാശ ബന്ധുക്കളുമായി എത്രമാത്രം ഇടപഴകുന്നുവെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഫോസിലുകൾ എല്ലായ്പ്പോഴും നമുക്ക് ആ നേരിട്ടുള്ള കണ്ടുമുട്ടലുകൾ നൽകുന്നില്ല. എന്നാൽ കാൽപ്പാടുകൾ, വയറിലെ അവശിഷ്ടങ്ങൾ, കൂടുന്നുണ്ടാക്കുന്ന മൈതാനങ്ങൾ എന്നിവ നമുക്ക് വേണ്ടത്ര അറിവുകൾ നൽകുന്നു. ഈ ലോകങ്ങൾ ഓവർലാപ്പ് ചെയ്യുകയും ഇടം പങ്കിടുകയും ചിലപ്പോൾ കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു. ദിനോസറുകൾ വികസിക്കുകയും വരണ്ട ഭൂമിയുടെ എല്ലാ കോണുകളും കീഴടക്കുകയും ചെയ്തപ്പോൾ അവരുടെ ബന്ധുക്കൾ അവയ്ക്ക് മുകളിൽ പറന്ന് ഉയരുകയും സമുദ്രത്തിന് താഴെ വേട്ടയാടുകയും ചെയ്തു. ആകാശവും കടലും വെറും സൈഡ് സ്റ്റോറികൾ മാത്രമായിരുന്നില്ല. അവ ഒരേ പുസ്തകത്തിലെ മഹത്തായ അധ്യായങ്ങളായിരുന്നു. വേട്ടക്കാരുടെയും ഇരകളുടെയും ചരിത്രാതീത നാടകങ്ങളുടെ ഒരു പൂർണ്ണ ഗ്രഹമായിരുന്നു അന്നത്തെ ആ ഭൂമി. താമസിയാതെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തിപരമാകാൻ തുടങ്ങി. കാരണം അടുത്തതായി നമ്മളൊരു ദിനോസറിൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. അവരെന്താണ് കഴിച്ചത്? അവരെങ്ങനെ ഉറങ്ങി? അവരെങ്ങനെ അവരുടെ കുട്ടികളെ വളർത്തി?
ഇനി കുറച്ചുനേരം ഒരു ദിനോസറിന്റെ അരികിലൂടെ നടക്കാം. തിക്കിത്തിരക്കിലേക്കോ വലിയ യുദ്ധത്തിലേക്കോ അല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ ശാന്തമായ നിമിഷങ്ങളിലേക്ക്. യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ഒരു ദിനോസർ കഴിയുന്നത്? അവർ എന്താണ് കഴിച്ചത്? അവർ എങ്ങനെ ഉറങ്ങുന്നു? അവർ എവിടെ പോയി? അവരുടെ കുഞ്ഞുങ്ങളെ അവർ എങ്ങനെ പരിപാലിച്ചു? തുടങ്ങിയവയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇന്ന് രാത്രി ഒരു ശരാശരി ദിവസത്തിലെ ഈ പുരാതന ജീവികളുടെ കാൽപ്പാടുകൾ എങ്ങനെയൊക്കെയാണെന്ന് പിന്തുടരാം. മെസോസോയിക് ലോകത്ത് അത്തരമൊരു കാര്യം എപ്പോഴെങ്കിലും നിലനിന്നിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. ഇതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കാം. വിശാലമായൊരു താഴ്വരയിൽ അതിരാവിലെ മൂടൽമഞ്ഞുയരുന്നു. ഭീമാകാരമായ ഫേണുകൾ മഞ്ഞുകൊണ്ട് തിളങ്ങുന്നു. അടിക്കാടുകളിൽ എവിടെയോ ഇഗ്വാനോഡോണിന്റെ ഒരു കൂട്ടം ഇളകാൻ തുടങ്ങുന്നു. 2 കാലുകളിലോ 4 കാലുകളിലോ നടക്കുന്ന ഒരു ബസിന്റെ വലിപ്പമുള്ള മൃദുവായ സസ്യഭക്ഷകരായിരുന്നു ഇവ. അവയ്ക്ക് ചെടികൾ മുറിക്കാൻ അനുയോജ്യമായ കൊക്കുപോലുള്ള വായയും പ്രതിരോധത്തിനായി ഉപയോഗിക്കാവുന്ന വലിയ തള്ളവിരൽ മുള്ളുകളും അവയ്ക്കുണ്ടായിരുന്നു. അവരുടെ ദിവസം ആരംഭിക്കുന്നത് ധാരാളം ഭക്ഷണത്തോടെയാണ്. ഇഗ്വാനോഡോൺസ് അല്ലെങ്കിൽ സ്റ്റെഗോസോറസ് പോലുള്ള സസ്യഭുക്കുകളുള്ള ദിനോസറുകൾക്ക് നിരന്തരം ഭക്ഷണം കഴിക്കേണ്ടിയുണ്ട്. അവയുടെ ശരീരങ്ങൾ വളരെ വലുതായിരുന്നു. സസ്യങ്ങൾക്ക് മാംസത്തിന്റെ അത്രയും കലോറിയില്ല. അതിനാൽ മണിക്കൂറുകളോളം നടക്കാനും ചവയ്ക്കാനും, ചിലത് കൂടുതൽ ചവയ്ക്കാനും ചിലവഴിച്ചു. ചിലർക്ക് ഭക്ഷണം പിടിക്കാൻ കവിളുകളുണ്ടായിരുന്നു. ഹാഡ്രോസോറുകളെ പോലെ മറ്റുള്ളവയിൽ ആയിരക്കണക്കിന് പല്ലുകൾ നിരകളായി അടുക്കി വച്ചിട്ടുണ്ട്. അവ നിരന്തരം മാറ്റിസ്ഥാപിക്കപ്പെടുന്നു. ഇപ്പോൾ അതൊരു ഗുരുതരമായ ദന്തപദ്ധതിയാണ്. എന്നാൽ മാംസം കഴിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ അലോസോറസ് പിന്നീട് ടൈറാനോസോറസ് റെക്സ് തുടങ്ങിയ തെറോപോഡുകൾ പതിവായി ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഒരുത്ത ഭക്ഷണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ചില വേട്ടക്കാർ അഥവാ വേട്ടയാടുന്ന ദിനോസറുകൾ ബാക്കിയുള്ളവയെ തുരുത്തിയിരിക്കാമെന്ന് ഫോസിലുകൾ കാണിക്കുന്നു. മറ്റു ചിലർ കൂട്ടമായി വേട്ടയാടുകയോ പതിയിരുന്ന് കാത്തിരിക്കുകയോ ചെയ്തു. അവരുടെ മൂർച്ചയുള്ള കാഴ്ചയും തീക്ഷ്ണമായ ഗന്ധവും അവരെ മികച്ച ട്രാക്കർമാരായി മാറ്റി. പേലിയന്റോളജിസ്റ്റുകൾക്കിടയിൽ അത്ര അറിയപ്പെടാത്തൊരു തർക്കം സ്മാർട്ട് ദിനോസറുകൾ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. ട്രൂഡോണിനെ പോലെ ചിലർക്ക് അവരുടെ വലിപ്പത്തിന് അസാധാരണമാം വിധം വലിയ തലച്ചോറുണ്ടായിരുന്നു. അവർ ഇരുട്ടിൽ വേട്ടയാടുകയോ അവരുടെ മുട്ടകൾ പരിപാലിക്കുകയോ ചെയ്തിരിക്കാം. മറ്റു ചിലർ ഒരുപക്ഷെ ഏറ്റവും തിളക്കമുള്ളവരായിരുന്നില്ല. അവയുടെ മുട്ടകളെക്കുറിച്ച് പറയുമ്പോൾ പല ദിനോസറുകളും ശ്രദ്ധാപൂർവം നിർമ്മിച്ച കൂടുകളിലാണ് മുട്ടയിട്ടത്. മംഗോളിയ, ഇന്ത്യ, തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഫോസിലുകളിൽ സർപ്പിളാകൃതിയിലുള്ളതോ വരികളിൽ മുട്ടയിടുന്ന വളയത്തിന്റെ ആകൃതിയിലുള്ള കൂടുകൾ കാണപ്പെടുന്നു. ചില ദിനോസറുകൾ എല്ലാ വർഷവും ആമകളെപ്പോലെ ഒരേ തന്നെ കൂടുള്ള സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയിരിക്കാം. മറ്റു ദിനോസറുകൾ ഡസൻ കണക്കിന് പേർ പങ്കിട്ട ഭീമാകാരമായ കൂടുകൾ നിർമ്മിച്ചു. ഹൃദയസ്പർശിയായ ഒരു ഫോസിലിൽ മുട്ടകൾക്ക് മുകളിൽ ചുരുണ്ടുകിടക്കുന്ന ഒരു ഒവിറാപ്റ്റർ അസ്ഥികൂടത്തെ കാണിക്കുന്നു. കൈകൾ നീട്ടി മരണത്തിൽ പോലും അവയെ വ്യക്തമായി സംരക്ഷിക്കുന്നു. അത് കേവലം സഹജീവബോധം മാത്രമല്ല, അതാണ് കരുതൽ. എല്ലാ ദിനോസറുകളും ബുദ്ധിശൂന്യമായ മൃഗങ്ങളായിരുന്നില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത്. ചിലർ കുടുംബാംഗങ്ങളായിരുന്നു. ഇന്നത്തെ മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ലാമറ്റ ഫോർമേഷനിൽ നിന്നുള്ള ഫോസിലുകൾ സൗറോപോഡ് മുട്ടകളുടെ കൂട്ടങ്ങൾ കാണിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ടൈറ്റനോസോറസ് പോലുള്ള വലിയ സസ്യഭുക്കുകളും കൂടുണ്ടാക്കുന്ന കോളനികളിൽ മുട്ടയിടുന്നുണ്ടെന്നാണ്. ഇപ്പോൾ പൊടി നിറഞ്ഞ നദീതടങ്ങളിലും കുന്നിൻ ചെരുവുകളിലും കുഞ്ഞുങ്ങളെ വളർത്തിയ ഭീമന്മാരുടെ കാൽപ്പാടുകൾ ഇന്ത്യയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ചില ദിനോസറുകൾക്ക് യുദ്ധത്തിനോ ഭക്ഷണത്തിനോ ഉപയോഗിക്കാത്ത കൊടികളോ പായകളോ കൊമ്പുകളോ ഉണ്ടായിരുന്നു. വെറും പ്രദർശനത്തിനു വേണ്ടി മാത്രം. ഹെൽമെറ്റ് പോലുള്ള ചിഹ്നമുള്ള കുറിദോസോറസ് മറ്റുള്ളവരെ വിളിക്കാൻ സഹായിക്കുന്ന ഒരു സംഗീതോപകരണമായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഫ്രെഡി ക്രൂഗറിനെ പോലെ നീണ്ട നഖങ്ങളുള്ളതും എന്നാൽ സസ്യങ്ങൾ ഭക്ഷിക്കുന്നതുമായ തെറിസിനോസോറസ് ഒരുപക്ഷെ വേട്ടക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കാം. ആർക്കും ശരിക്കും ഉറപ്പില്ല. ഇപ്പോഴും ശാസ്ത്രജ്ഞർ വാദിക്കുന്നു, ഇത് പ്രതിരോധമായിരുന്നു, അതോ ഇണചേരൽ പ്രദർശനമായിരുന്നു, അതോ അത് വെറും വിചിത്രമായിരുന്നു എന്നൊന്നും അറിയില്ല. ദിനോസറുകൾക്ക് വ്യത്യസ്ത ഉറക്ക ശൈലികളുണ്ടായിരുന്നു. ആരും പൈജാമ ധരിച്ചൊരു ദിനോസറിനെ കണ്ടെത്തിയില്ലെങ്കിലും പക്ഷികളെപ്പോലെ ചുരുണ്ടുകൂടി തലകൾ കൈകൾക്കടിയിൽ കെട്ടിയിരിക്കുന്ന ചെറിയ ദിനോസറുകളുടെ കോസിലുകൾ കണ്ടിട്ടുണ്ട്. ചിലർ കൂടുകൾ നിർമ്മിച്ച് കോഴികളെപ്പോലെ വിശ്രമിച്ചിരുന്നു. കൂറ്റൻ സറോപോഡുകളെപ്പോലെ മറ്റുള്ളവർ എഴുന്നേറ്റുറങ്ങിയിട്ടുണ്ടാകാം.
പിന്നെ ആശയവിനിമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിനോസറുകൾ പരസ്പരം സംസാരിച്ചിരിക്കുമോ എന്ന് നോക്കിയാൽ വാക്കുകളില്ലാതെ പലരും ശബ്ദമുണ്ടാക്കിയിരിക്കാം. ആഴത്തിൽ ബെല്ലോവുകൾ, ഉയർന്ന നിലവിളികൾ, താഴ്ന്ന മുറുമുറുപ്പ് എന്നിവയ്ക്കായി അവരുടെ തൊണ്ട, അസ്ഥികൾ പോലും ഉപയോഗിക്കുന്നു. ചിലരുടെ തലയോട്ടിയിൽ കൊമ്പുകൾ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന അസ്ഥിക്കുഴലുകളുണ്ടായിരുന്നു. ചിലർ നൃത്തം ചെയ്യുകയോ തൂവലുകൾ കാണിക്കുകയോ ചെയ്തിരിക്കാം. അതെ, തൂവലുകളുണ്ടായിരുന്നു. എല്ലാ ദിനോസറുകളിലും ചെതുമ്പലുകളുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് തെറോപോഡുകളിൽ പലതിനും തൂവലുകളുണ്ടായിരുന്നു. ആദ്യകാല ഫാഷൻ പ്രസ്താവനകൾ പോലെ വർണ്ണാഭമായ, മൃദുവായ, ചിലപ്പോൾ ഫാൻസി തൂവലുകൾ വരെയുണ്ടായിരുന്നു. ഇപ്പോൾ അങ്കിയോർണിസ് പോലെയുള്ള തൂവലുകളുള്ള ഒരു ചെറിയ ദിനോസർ മരത്തിൽ നിന്നും മരത്തിലേക്ക് ചാടുന്നതും അതിൻ്റെ തിളങ്ങുന്ന വാൽ ഒരു ഇണയ്ക്ക് കാണിക്കുന്നതും ഇമാജിൻ ചെയ്തു നോക്കൂ. ഇത് ജുറാസിക് പാർക്കല്ല, ഇത് ജുറാസിക് ഡേറ്റിംഗ് ജീവിതമാണ്. പിന്നെ ദിനോസറുകൾക്ക് പരുക്കുകളും രോഗങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫോസിലുകളിൽ ഒടിഞ്ഞ അസ്ഥികൾ കാണപ്പെടുന്നു. അതായത് അവ സുഖം പ്രാപിക്കാൻ വളരെ കാലം ജീവിച്ചു. ചിലതിന് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു, മറ്റുള്ളവയ്ക്ക് കടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അത് അണുവിധാനത്തിന് കാരണമായി. ഒരു സാരോപോഡിന്റെ കഴുത്തിൽ ഒരു ട്യൂമർ പോലും ഉണ്ടായിരുന്നു. ഇന്നത്തെ മൃഗങ്ങളെപ്പോലെ അവയും അജേയമായിരുന്നില്ല. ചില ഫോസിലുകളിൽ ശാസ്ത്രജ്ഞർ ഡൈനോ പൂപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതെ, കോപ്രോലൈറ്റുകൾ എന്നും വിളിക്കുന്ന ഫോസിലൈസ് ചെയ്ത ചാണകം. ഇവ ദിനോസറുകൾ എന്താണ് കഴിച്ചതെന്ന് നമ്മോട് പറയുന്നു. ഒരു കഷ്ണത്തിനുള്ളിൽ എല്ലുകൾ തകർന്നിരുന്നു, മറ്റൊന്നിൽ സസ്യ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. അത് ഏതു തരം ഫേണുകളാണ് തിന്നുന്നതെന്ന് കാണിക്കുന്നു. ഏത് പുതിയ ഫോസിലും ചിത്രത്തിലേക്ക് മറ്റൊരു ബ്രഷ് സ്ട്രോക്ക് ചേർക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദിനോസറുകളെല്ലാം ഭയാനകമായ രാക്ഷസന്മാരല്ല എന്നതാണ്. അവ സങ്കീർണമായിരുന്നു. ചിലത് സാമൂഹികമായിരുന്നു, ചിലത് ഒറ്റയ്ക്കായിരുന്നു, ചിലത് കൂട്ടമായി കൂടുകളിരുന്നു. ചിലർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു, ചിലർ ടീമുകളായി വേട്ടയാടി, ചിലർ ആധുനിക പ്രാവുകളെപ്പോലെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി. അവർ കാടുകളിലും മരുഭൂമികളിലും പർവ്വതങ്ങളിലും ചതുപ്പുനിലങ്ങളിലുമാണ് താമസിച്ചത്. മൂടൽമഞ്ഞു ഫേണുകൾക്കിടയിലൂടെ അവർ സൂര്യോദയം കണ്ടു, ചന്ദ്രപ്രകാശത്തിൽ വേട്ടയാടി, ഇടിമിന്നലിലൂടെ ഓടി അകലെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. അപകടം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ പാറ്റേണുകൾ, ദിനചര്യകൾ, ശാന്തതയുടെ നിമിഷങ്ങൾ എന്നിവയാൽ നിറഞ്ഞതായിരുന്നു അവയുടെ ജീവിതം. അഗ്നിപർവ്വതങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥകൾ, വംശനാശത്തിന്റെ തലത്തിലുള്ള സംഭവങ്ങൾ. വീണ്ടും കുഴപ്പങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ദശലക്ഷങ്ങളായി ദിനോസറുകൾ മരിക്കുകയായിരുന്നില്ല, അവ ജീവിക്കുകയായിരുന്നു. ചിഹ്നഗ്രഹ ആഘാതം എല്ലാം മാറ്റിമറിച്ചു. ഒരിക്കൽ ദിനോസറുകളുടെ കനത്ത കാൽപ്പാടുകളാൽ ചുറ്റപ്പെട്ടിരുന്ന വനങ്ങൾ ഇപ്പോൾ നിശബ്ദമാണ്. ഗ്രഹത്തിലുടനീളം ഇരുട്ട് ആകാശത്തെ മൂടുന്നു. വായുവിൽ നിന്ന് ചാരത്തിന്റെ മണം വരുന്നു. കട്ടിയുള്ള മേഘങ്ങളിലൂടെ സൂര്യന് പ്രകാശിക്കാൻ കഴിയില്ല. കുറച്ചു കാലത്തേക്ക് ജീവിതം തന്നെ തൽക്കാലം വിരമിച്ചതായി തോന്നുന്നു. എന്നാൽ പതുക്കെ നിശബ്ദമായി ലോകം വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നു. ആദ്യം ചെറിയ ജീവികളാണ് അതിജീവിക്കുന്നത്. പക്ഷികൾ, ചില സസ്തനികൾ, പ്രാണികൾ പോലും. ഒരു കാലത്ത് ഭീമന്മാരുടെ നിഴലുകളിൽ ഒളിച്ചിരുന്ന ജീവജാലങ്ങൾ, ഇപ്പോൾ അവയാണ് ഷോയിലെ താരങ്ങൾ. ഈ അതിജീവിച്ചവർ ജീവനോടെ നിലനിൽക്കുക മാത്രമല്ല, ദിനോസറുകൾ അവശേഷിപ്പിച്ച ശൂന്യമായ ഇടങ്ങളിൽ അവ പരിണമിക്കാനും പൊരുത്തപ്പെടാനും തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷികളെ ഒന്ന് നോക്കാം. പക്ഷികളെ യഥാർത്ഥത്തിൽ ജീവനുള്ള ദിനോസറുകളായി കണക്കാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, കോഴികളും പ്രാവുകളും സാങ്കേതികമായി ഭയപ്പെടുത്തുന്ന വെലോസിറാപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊരു തമാശയല്ല. വസ്തുതയിൽ ചില പേലിയോൺടോളജിസ്റ്റുകൾ നിങ്ങൾക്ക് ഒരു ദിനോസറിനെ കാണണമെങ്കിൽ നിങ്ങളുടെ ജനാലയിലൂടെ ഒരു കുരുവിയെ നോക്കുക എന്ന് തമാശ പറയുന്നു. തൂവലുകൾ, പൊള്ളയായ അസ്ഥികൾ, ചില കൂടുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ എന്നിവയെല്ലാം അവരുടെ ദിനോസർ പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചവയാണ്. അതേസമയം സസ്തനികൾ, ചെറുതും രോമമുള്ളതും ചൂടുരക്തമുള്ളതുമായ ജീവികൾ,
കൂടുതൽ വളരാൻ തുടങ്ങുന്നു. ചിന്നഗ്രഹ വംശനാശത്തിനു മുമ്പ് മിക്ക സസ്തനികളും ചെറുതും രാത്രികാല സഞ്ചാരികളും അല്പം പരിഭ്രാന്തരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ വേട്ടക്കാരില്ലാത്ത ആ ഭൂമിയിൽ സസ്തനികൾ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങുന്നു. അവ വലുതായി വളരുകയും പുതിയ ഭക്ഷണക്രമങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുന്നു. പതുക്കെ ഗൃഹം പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. ഈ സസ്തനികളുടെ ഒരു കൂട്ടം ഒടുവിൽ പ്രൈമേറ്റുകൾക്കും പിന്നീട് വളരെ കാലത്തിനു ശേഷം മനുഷ്യർക്കും ജന്മം നൽകും. എന്നാൽ നാം ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഭൂമി സുഖം പ്രാപിക്കുന്നു. വനങ്ങൾ വീണ്ടും വളരുകയും സമുദ്രങ്ങൾ സ്ഥിരതാമസമാക്കുകയും കാലാവസ്ഥ മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ലോകത്തിന്റെ ചില ഭാഗങ്ങൾ തണുക്കുമ്പോൾ മറ്റുള്ളവ ചൂടാകുന്നു. ഭൂഖണ്ഡങ്ങൾ ഇപ്പോഴും വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഓസ്ട്രേലിയ അന്റാർട്ടിക്കയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഏഷ്യയിലേക്ക് ഇടിച്ചു കയറുകയും ഹിമാലയം രൂപപ്പെടുകയും ചെയ്യുന്നു. ഒരിക്കൽ ലോകമെമ്പാടുമുള്ള ദിനോസറുകളെ വേർതിരിക്കാൻ സഹായിച്ച അതേ ഭൗമചലനങ്ങൾക്ക് എവറസ്റ്റ് പർവ്വതം കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പുതിയ ലോകത്ത് അപ്രതീക്ഷിതമായ ചില കളിക്കാർ ഉയർന്നു വരുന്നു. ഉദാഹരണത്തിന്, ദിനോസറുകളുടെ കാലഘട്ടത്തിൽ മുതലകളുണ്ടായിരുന്നു. അവർ എങ്ങനെയോ വംശനാശത്തെ അതിജീവിക്കുകയും അവരുടെ മന്ദഗതിയിലുള്ളതും രഹസ്യാത്മകവുമായ ജീവിതരീതി തുടരുകയും ചെയ്യുന്നു. ഇന്നും മുതല ഒരു ജീവനുള്ള ഫോസിലായി തുടരുന്നു. 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതിൽ നിന്ന് വളരെ കുറച്ചു മാത്രം മാറിയ ഒരു ജീവി. ഒരു ടീറെക്സ് അപ്രത്യക്ഷമാകുന്നത് കണ്ട് ഞാനെൻ്റെ ജോലി ചെയ്യുന്നത് തുടരും എന്ന് ചിന്തിക്കുന്ന ഒരു മുതലയെ സങ്കൽപ്പിക്കുക. മറ്റൊരു രസകരമായ ട്വിസ്റ്റ് എന്തെന്നാൽ, തെക്കേ അമേരിക്കയിൽ വിചിത്രമായ സസ്തനികൾ ഒറ്റപ്പെട്ടു പരിണമിക്കാൻ തുടങ്ങുന്നു. കാറുകളുടെ വലിപ്പമുള്ള ഭീമൻ ജീവികൾ, മനുഷ്യനേക്കാൾ ഉയരമുള്ള ഭീകര പക്ഷികൾ, ഗ്ലൈപ്റ്റൊഡോണുകൾ എന്നറിയപ്പെടുന്ന കവചിത ജീവികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഇവ നിങ്ങളുടെ ദൈനംദിന വന്യമൃഗങ്ങളല്ല. ഒരു പുതിയ ലെഗോ സെറ്റുമായി ഒരു കുട്ടിയെപ്പോലെ പ്രകൃതി വന്യമായി പരീക്ഷണങ്ങൾ നടത്തുന്നതായി തോന്നുന്നു. ഈ മൃഗങ്ങളിൽ ചിലത് ഒടുവിൽ അപ്രത്യക്ഷമാകുമെങ്കിലും മറ്റുള്ളവ ഭൂമിയുടെ ചരിത്രത്തിന്റെ അടുത്ത ഘട്ടത്തെ രൂപപ്പെടുത്താൻ സഹായിച്ചു. എന്നാൽ എല്ലാം പൂർണ്ണമായി നമുക്ക് മനസ്സിലായിട്ടില്ല. ശാസ്ത്രജ്ഞർ ഇപ്പോഴും ആശ്ചര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ചില ജീവിവർഗങ്ങൾ അതിജീവിച്ചത്, മറ്റുള്ളവ നിലനിന്നില്ല? ശക്തരായ ദിനോസറുകൾക്ക് അവസരം കിട്ടാതെ വന്നപ്പോൾ മുതലകളും ആമകളും പക്ഷികളും എങ്ങനെ അതിജീവിച്ചു? അത് വലിപ്പം കാരണമേറ്റിരുന്നോ? ഭക്ഷണമാണോ? ഭാഗ്യം കൊണ്ടാണോ? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിക്കിടക്കുന്നു. ചിന്നഗ്രഹ വംശനാശത്തിന്റെ സമയത്ത് ജീവിവർഗങ്ങളുടെ സ്ഥാനം അവർക്ക് മികച്ച സാധ്യതകൾ നൽകിയിരിക്കാമെന്ന് ചില ഗവേഷകർ വിശ്വസിക്കുന്നു. കൂടുണ്ടാക്കുന്ന സ്വഭാവത്തിനോ മെറ്റബോളിസത്തിനോ ഒരു പങ്കുണ്ടെന്ന് മറ്റുള്ളവർ കരുതുന്നു. അതേസമയം ഫോസിൽ രേഖകൾ നിശബ്ദമായ സൂചനകൾ സൂക്ഷിക്കുന്നു. ഓരോ തവണയും ഒരു പുതിയ കണ്ടെത്തൽ നമുക്ക് അറിയാമെന്ന് കരുതിയ കാര്യങ്ങൾ മാറ്റിയെഴുതുന്നു. പാലിയന്റോളജിസ്റ്റുകൾ മോണ്ടാനയിലെ ഒരു ദിനോസറിന്റെ അസ്ഥിക്കുള്ളിൽ മൃദുവായ ടിഷ്യൂ കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ ചെറിയ ഫോസിൽ ചെയ്ത തൂവലുകൾ എത്ര വർണ്ണാഭമായ ദിനോസറുകൾ ആയിരിക്കാമെന്ന് കാണിച്ചു തന്നതുപോലെ, അതെ, ചില ദിനോസറുകൾ പേടിപ്പെടുത്തുന്ന രാക്ഷസന്മാരെക്കാൾ ഉപരി മിന്നുന്ന തത്തകളെപ്പോലെ ആയിരുന്നിരിക്കാം. ഇപ്പോൾ ആ വംശനാശത്തിന് ശേഷം 10 ദശലക്ഷം വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ലോകം വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. ദിനോസറുകൾ ശരിക്കും ഇല്ലാതായി, കുറഞ്ഞത് വലിയവ. എന്നാൽ അവരുടെ പാരമ്പര്യം പക്ഷികളിലും ഫോസിലുകളിലും നമ്മുടെ ഭാവനയിലും തുടരുന്നു. അവരുടെ കഥ കഴിഞ്ഞു, പക്ഷേ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുതിയ മൃഗങ്ങൾ ഉയർന്നു വരുന്നു, പുതിയ ഭൂപ്രകൃതികൾ രൂപപ്പെടുന്നു. പതുക്കെ നമ്മൾ സസ്തനികളുടെ യുഗത്തിലേക്ക് ചുവടുവെക്കാൻ തുടങ്ങുന്നു. ദിനോസറുകളെ നാം ഒരിക്കലും മറക്കുന്നില്ല. അവർ നമ്മുടെ മ്യൂസിയങ്ങളിലും സിനിമകളിലും ഇതുപോലുള്ള ഉറക്കസമയത്ത് കഥകളിലും ഇപ്പോഴും തങ്ങി നിൽക്കുന്നു. അവയിൽ കാലാതീതമായ എന്തോ ഉണ്ട്. പരിപക്ഷേ അവർ ഇത്രയും കാലം ഭൂമിയെ ഭരിച്ചതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ കാലിനടിയിലെ മണ്ണിന്റെ മുഴക്കം കേട്ട് അവരുടെ അരികിലൂടെ നടക്കുന്നത് നമ്മൾ ഇപ്പോഴും സ്വപ്നം കാണുന്നത് കൊണ്ടായിരിക്കാം. ദിനോസറുകൾ അപ്രത്യക്ഷമായിരുന്നിരിക്കാം, പക്ഷേ ഭൂമി ശൂന്യമായിരുന്നില്ല. കൊടുങ്കാട്ടിന് ശേഷമുള്ള നിശബ്ദതയിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. അതൊടുവിൽ നമ്മിലേക്ക് നയിക്കും. സസ്തനികളുടെ യുഗം എന്നുമറിയപ്പെടുന്ന സെനോസോയിക് കാലഘട്ടത്തിലേക്ക് സ്വാഗതം. ഇവിടെയാണ് ചൂടുരക്തമുള്ള പാലുണ്ടാക്കുന്ന സസ്തനികൾ കേന്ദ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്.
ആദ്യകാലങ്ങളിൽ സസ്തനികൾ ചെറുതായിരുന്നു, എന്നാൽ അവർ സമർത്ഥരും പൊരുത്തപ്പെടാവുന്നതും ഏറ്റവും പ്രധാനമായി തയ്യാറാവുന്നവരുമായിരുന്നു. ഉയർന്ന ദിനോസറുകളെ നിയന്ത്രിക്കാതെ സസ്തനികൾ അതിജീവിക്കാനുള്ള എല്ലാ സാധ്യമായ വഴികളും പര്യവേക്ഷിക്കാൻ തുടങ്ങി. ചിലത് വലുതായി, ചിലത് വേഗത്തിൽ വളർന്നു, ചിലത് മരങ്ങളിലേക്കും മറ്റുള്ളവ വെള്ളത്തിലേക്കും പോയി. ഗ്രഹത്തിന്റെ എല്ലാ കോണുകളിലും സസ്തനികളെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പുതിയ ക്യാൻവാസുള്ള ചിത്രകാരനെ പോലെയായിരുന്നു പരിണാമം. നമുക്ക് ആദ്യകാലത്തെ ചില സൂപ്പർ സ്റ്റാറുകളെക്കുറിച്ച് സംസാരിക്കാം. ആദ്യത്തെ വലിയ സസ്തനികളിലൊന്ന് ആൻഡ്രൂസാർക്കസ് ആയിരുന്നു. ഒരു ചെറിയ കാറിന്റെ വലിപ്പമുള്ള ചെന്നായിയെ പോലുള്ള വേട്ടക്കാരൻ. എല്ലുകൾ തകർക്കുന്ന താടിയെല്ലുകളുള്ള ഒരു വലിയ തല ഇതിനുണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. റോമങ്ങളുള്ള മുതലകളെപ്പോലെ. പിന്നെ ഒരു ജിറാഫിനേക്കാൾ ഉയരമുള്ള കൊമ്പില്ലാത്ത കാണ്ടാമൃഗമായ ഇൻട്രിക്കോത്രിയമുണ്ട്. ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കരസസ്തനിയായിരുന്നു ഇത്. ചരിത്രകാലത്തെ മരങ്ങളുടെ മുകളിൽ നിന്ന് ഇലകൾ കഴിക്കുന്ന സൗമ്യനായ ഒരു ഭീമാകാരനെ ഇമാജിൻ ചെയ്തു നോക്കൂ. അല്ലെങ്കിൽ ഗ്ലിപ്റ്റോഡോൺ, അസ്ഥിഷെല്ലുള്ള കാറ് വലുപ്പമുള്ള അർമാഡില്ലോ പോലെ തോന്നിക്കുന്ന ഒരു ജീവി. പ്രകൃതി മൃഗങ്ങളെ ടാങ്കുകളുമായി സംയോജിപ്പിക്കുന്നത് പോലെയാണ് ഇത്. ചില സസ്തനികൾ സമുദ്രത്തിലേക്ക് തിരിച്ചുപോയി. ഉദാഹരണത്തിന്, തിമിംഗലങ്ങൾ കരജീവികളായി ആരംഭിച്ചു. അവരുടെ മുമ്പുള്ള പൂർവികൾക്ക് കാലുകളുണ്ടായിരുന്നു. അവർ തീരപ്രദേശങ്ങളിൽ നടക്കുമായിരുന്നു. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ശരീരങ്ങൾ നീന്തലുകാരായി രൂപാന്തരപ്പെട്ടു. അവരുടെ കാലുകൾ വിറയ്ക്കുന്നവയായി മാറി. അവരുടെ നാസാരന്ധ്രങ്ങൾ തലയുടെ മുകളിലേക്ക് മാറി. അവരുടെ വാലുകൾ ശക്തമായ തുഴകളായി പരിണമിക്കുകയും ചെയ്തു. ഇന്നത്തെ നീലത്തിമിംഗലം, ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗം, ഈ അവിശ്വസനീയമായ യാത്രയുടെ നേരിട്ടുള്ള ഫലമാണ്. എന്നാൽ വലിപ്പമോ ശക്തിയോ മാത്രമായിരുന്നില്ല സസ്തനികളെ സഹായിക്കാൻ സാധിച്ചത്. അത് അവരുടെ തലച്ചോറായിരുന്നു. മിക്ക ഉരഗങ്ങളെക്കാളും വലുതും സങ്കീർണവുമായ തലച്ചോറാണ് സസ്തനികൾ വികസിപ്പിച്ചത്. സാമൂഹിക ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും അവരുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ കാലം പരിപാലിക്കാനും കൂടുതൽ സങ്കീർണമായ വഴികളിലൂടെ ആശയവിനിമയം നടത്താനും അവർ പഠിച്ചു. ശാരീരികമായി മാത്രമല്ല, മാനസികമായും പൊരുത്തപ്പെടാൻ കഴിയുന്നവരെയാണ് പരിണാമം അനുകൂലിച്ചതെന്ന് വ്യക്തമാണ്. തെക്കേ അമേരിക്കയിൽ വിചിത്ര സസ്തനികൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒറ്റപ്പെട്ട നിലയിൽ കറങ്ങുകയായിരുന്നു. സേബർ പല്ലുള്ള മാർസൂപ്പിയലുകൾ, കുളമ്പുള്ള വേട്ടക്കാർ, പോത്തുപോലെ വലിപ്പമുള്ള ഭീമനേലികൾ എന്നിവയുണ്ടായിരുന്നു. കാടുകളിലും പർവ്വതങ്ങളിലും മറിഞ്ഞിരിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ ലോകം പോലെയായിരുന്നു അത്. അതേസമയം വടക്കേ അമേരിക്കയിൽ സമതലങ്ങൾ ആദ്യകാല കുതിരകൾ, ഒട്ടകങ്ങൾ, കാണ്ടാമൃഗങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു. പിന്നെ ഏകദേശം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ നാടകീയമായി മാറി. ഹിമയുഗം ആരംഭിച്ചു. വലിയ ഹിമാനികൾ ലോകത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലൂടെ നീങ്ങുകയും താഴ്വരകൾ രൂപപ്പെടുത്തുകയും പർവ്വതങ്ങൾ കൊത്തിവയ്ക്കുകയും ചെയ്തു. കട്ടിയുള്ള രോമങ്ങൾ വളർത്തുന്നതിലൂടെയോ കുഴികൾ കുഴിക്കുന്നതിലൂടെയോ ദീർഘദൂരം കുടിയേറുന്നതിലൂടെയോ സസ്തനികൾക്ക് വീണ്ടും പൊരുത്തപ്പെടേണ്ടി വന്നു. ഈ തണുത്ത കഠിനമായ ലോകത്തിന് തികച്ചും അനുയോജ്യമായിരുന്നു ഹിമയുഗത്തിന്റെ പ്രതീകങ്ങളായ കമ്പിളി മാമുത്തും സേബർ പല്ലുള്ള പൂച്ചയും. പിന്നീട് നടന്നത് അമ്പരപ്പിക്കുന്ന സംഭവമാണ്. ഒരു പുതിയ തരം സസ്തനി പ്രത്യക്ഷപ്പെട്ടു. നഖങ്ങളെയോ പല്ലുകളെയോ വേഗതയെയോ ആശ്രയിക്കാത്ത ഒന്ന്, മറിച്ച് ചിന്തയെ, ഭാവനയെ, കൗതുകത്തെ ആശ്രയിക്കുന്നു. ആദ്യകാല മനുഷ്യരായ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഒടുവിൽ ഹോമോ സാപ്പിയൻസ് എന്നിവർ ഭൂമിയിൽ നടക്കാൻ തുടങ്ങി. അവർ ഉപകരണ നിർമ്മാതാക്കളായിരുന്നു, തീ ഉപയോഗിക്കുന്നവരായിരുന്നു, കഥാകൃത്തുകളായിരുന്നു. അവരുടെ കൈകളും മനസ്സും കൊണ്ട് അവർ ചുറ്റുമുള്ള ലോകത്തെ മാറ്റാൻ തുടങ്ങി. അവർ സംഘങ്ങളായി വേട്ടയാടുകയും ഗുഹമതിലുകളിൽ ചായം പൂശുകയും സങ്കീർണമായ ഭാഷകളിൽ സംസാരിക്കാൻ പഠിക്കുകയും ചെയ്തു. ഭൂമി മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒന്നിൻ്റെ തുടക്കമായിരുന്നു അത്. പ്രകൃതിയുമായി പൊരുത്തപ്പെടുക മാത്രമല്ല, അതിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജീവവർഗം. അപ്പോഴേക്കും ദിനോസറുകളുടെ മഹത്തായ യുഗം കല്ലിൽ കുഴിച്ചിട്ട ഒരു ഓർമ്മയായിരുന്നു. എന്നാൽ ശബ്ദങ്ങൾ അവശേഷിച്ചു. പുലർച്ചെ പക്ഷികളുടെ പാട്ടിൽ, ഒരു മുതലയുടെ കണ്ണിൻ്റെ ഉരകങ്ങളുടെ മിന്നലിൽ, പ്ലാസ്റ്റിക് ടീറെക്സ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കൗതുകത്തിൽ ആ പ്രതിധ്വനികൾ അവശേഷിച്ചു. ഭൂമിയുടെ കഥ ഒരു പേജ് മാറ്റിയെങ്കിലും ഭൂതകാലത്തിൻ്റെ കാൽപ്പാടുകൾ അപ്പോഴും ദൃശ്യമായിരുന്നു. പിന്നെ എന്താണെന്ന് ഊഹിക്കാമോ?
ഒരു തരത്തിൽ ആ കഥ നമ്മളിൽ തുടരുന്നു. സമുദ്രത്തിലെ ചെറിയ കോശങ്ങളിൽ നിന്നാരംഭിച്ച് ബഹിരാകാശ പ്രോബുകൾ, സ്മാർട്ട് ഫോണുകൾ, ഒരിക്കൽ ഭൂമി ഭരിച്ചിരുന്ന ജീവികളെക്കുറിച്ചുള്ള ഉറക്കസമയ കഥകൾ എന്നിവയിലേക്ക് നയിച്ച ഈ നീണ്ട, വളഞ്ഞതും നിഗൂഢവുമായ യാത്രയുടെ ഭാഗമാണിപ്പോൾ നമ്മൾ. അതിനാൽ ഇന്ന് രാത്രി നിങ്ങൾ തലകുനിക്കുമ്പോൾ ആ പുരാതന വനങ്ങളെക്കുറിച്ചും അലറുന്ന വേട്ടക്കാരെക്കുറിച്ചും ധീരരായ അതിജീവികളെക്കുറിച്ചും അവയുടെ സ്ഥാനത്തുയർന്നു വന്ന സസ്തനികളെക്കുറിച്ചും ചിന്തിക്കുക. ഓർക്കുക, നിങ്ങൾ ചരിത്രം മാത്രമല്ല പഠിക്കുന്നത്, നിങ്ങൾ ചരിത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ശരി, ദിനോസറുകൾ രസകരമായിരുന്നു, പക്ഷേ അവ വളരെ കാലം മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അവർക്ക് നമ്മുടെ ജീവിതത്തോട് ഇനി എന്താണ് ബന്ധം? പക്ഷെ അതിൻ്റെ പങ്ക് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും കൂടുതലാണ്. ദിനോസറുകളുടെ കഥ ഭൂമിയിലുടനീളം തുഴയുന്ന ഭീമൻ ഉരകങ്ങളെക്കുറിച്ച് മാത്രമല്ല, ജീവിതം, മാറ്റം, അതിജീവനം, പിന്നെ പരാജയം എന്നിവയെക്കുറിച്ചുള്ള ഒരു കഥയാണത്. പ്രകൃതി എങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്നു, പൊരുത്തപ്പെടുന്നു, ചിലപ്പോൾ ഇല്ലാതാക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് ഇന്ന് നമ്മെ പഠിപ്പിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. 160 ദശലക്ഷം വർഷത്തിലേറെയായി ദിനോസറുകൾ ഭൂമിയെ ഭരിച്ചു. അത് മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നു. മനുഷ്യരോ, നമ്മൾ ഏകദേശം 3 ലക്ഷം വർഷങ്ങളായി ജീവിക്കുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളൊരു ചെറിയ തുള്ളി മാത്രമാണ്. നമ്മൾ ഇവിടെ വളരെ പുതിയവരാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്തായ കഥ ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നും ദിനോസറുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ എത്രത്തോളം ദുർബലമാകുമെന്നും അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 66 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പതിച്ച ചിഹ്നഗ്രഹം വംശനാശത്തിന് കാരണമായതു മാത്രമല്ല, അത് ഭൂമിയെ പൂർണ്ണമായും പുനഃക്രമീകരിച്ചിരുന്നു. കാലാവസ്ഥ മാറി, പരിസ്ഥിതി വ്യവസ്ഥകൾ തകർന്നു. ലോകത്തിന് എത്ര വേഗത്തിൽ മാറാൻ കഴിയുമെന്നതിന് ഇതൊരു ശക്തമായ പാഠമാണ്. നമ്മുടെ ഈ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം, ആവാസവ്യവസ്ഥയുടെ നഷ്ടം, വംശനാശം തുടങ്ങിയ പ്രശ്നങ്ങൾ വീണ്ടും സംഭവിക്കുന്നു. ഇത്തവണ നമ്മൾ കാരണം. ദിനോസറുകൾ ചരിത്രാതീതമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ നമ്മുടെ ആവാസവ്യവസ്ഥ പരിപാലിക്കുന്നില്ലെങ്കിൽ ഒന്നും എന്നേക്കുമായി നിലനിൽക്കില്ല. പിന്നെ പരിണാമത്തിന്റെ പാഠം. ദിനോസറുകൾ എല്ലാത്തിനും അനുയോജ്യമായ ഒരു കൂട്ടമായിരുന്നില്ല. അവ എല്ലാ ആകൃതിയിലും വലുപ്പത്തിലും വന്നു. ഉയരമുള്ള അർജന്റീനോസോറസ് മുതൽ കോഴി വലുപ്പമുള്ള മൈക്രോറാപ്റ്റർ വരെ. അവ കരയിലെ ജീവികൾ, മരം കയറുന്നവർ, മീൻ പിടിക്കുന്നവർ, പറക്കുന്നവർ, ഓട്ടക്കാർ, വേട്ടക്കാർ എന്നിങ്ങനെ വ്യത്യസ്ത കൂട്ടങ്ങളായിരുന്നു. കാടുകൾ, മരുഭൂമികൾ, നദികൾ, പർവ്വതങ്ങൾ എന്നിവയുമായി അവർ പൊരുത്തപ്പെട്ടു. ആ വൈവിധ്യമാണ് അവരെ അത്രയും കാലം വിജയിപ്പിച്ചത്. ഇന്നും അത് സത്യമാണ്. ഭൂമിയിൽ ജീവൻ എത്രത്തോളം വൈവിധ്യപൂർണമാണോ അത്രത്തോളം അത് കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായി മാറുന്നു. ദിനോസറുകൾ നമ്മെ കൗതുകത്തെക്കുറിച്ചും ഭാവനയെക്കുറിച്ചും പഠിപ്പിക്കുന്നു. അവരുടെ അസ്ഥികളിൽ നിന്ന് മാത്രം നമ്മൾ എത്രമാത്രം പഠിച്ചുവെന്ന് ചിന്തിക്കുക. പാലിയന്റോളജിസ്റ്റുകൾ ആഴങ്ങളിലേക്ക് കുഴുകുകയും ഒരു പുസ്തകത്തിൻ്റെ പേജുകൾ പോലെ പാറകൾ വായിക്കുകയും ചെയ്യുന്നു. ഓരോ ഫോസിലും ഭൂമിയുടെ ആത്മകഥയിലെ ഒരു വാക്യമാണ്. ഓരോ കാൽപ്പാടും, ഓരോ നഖചിഹ്നവും, ഓരോ പല്ലും ഒരു സൂചനയാണ്. ദിനോസറുകളെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ഭാവനയെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുന്നു. ഇത് പുരാതന ലോകങ്ങൾ ദൃശ്യവൽക്കരിക്കാനും ദീർഘകാലമായി ചത്തുപോയ ആവാസ വ്യവസ്ഥകൾ മനസ്സിലാക്കാനും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനും അവ നമ്മെ സഹായിക്കുന്നു. നമുക്ക് സത്യസന്ധത പുലർത്താം. ദിനോസറുകൾ സ്വപ്നങ്ങൾക്ക് ഇന്ധനം പകരുന്നു. ഇന്ന് ദിനോസറുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ ശാസ്ത്രജ്ഞരോ കലാകാരന്മാരോ പര്യവേക്ഷകരോ സംരക്ഷണവാദികളോ ആയി വളർന്നേക്കാം. ടീറക്സിനോടുള്ള ആകർഷണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനോ കാലാവസ്ഥ ചക്രങ്ങൾ മനസ്സിലാക്കുന്നതിനോ ഉള്ള ഒരു തൊഴിലായി മാറിയേക്കാം. ക്യൂരിയോസിറ്റി പകർച്ചവ്യാധിയാണ്. ദിനോസറുകൾ നമുക്ക് ചുറ്റുമുള്ള മികച്ച അധ്യാപകരിൽ ചിലരാണ്. വംശനാശത്തെക്കുറിച്ചുള്ള ആശയം പോലും വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ എന്താണ് സംരക്ഷിക്കേണ്ടത്? ഭൂതകാലത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ സ്വന്തം കഥ എങ്ങനെ ഓർമ്മിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു? കാരണം ഇവിടെ വിചിത്രമായ എന്തോ ഉണ്ട്. നമ്മൾ ഭൂമിയുടെ കഥ വായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ അത് എഴുതുകയാണ്. നാം തിരഞ്ഞെടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും, നാം സംരക്ഷിക്കുന്ന ഓരോ വനവും, നാം സംരക്ഷിക്കുന്ന ഓരോ ജീവവർഗവും ഒരു പുതിയ വാചകം കൂട്ടിച്ചേർക്കുന്നു.
ഡൈനോസറുകളുടെ യുഗം കടന്നുപോയി. ഇപ്പോൾ മനുഷ്യരുടെ യുഗമാണ്. എന്നാൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാവി ഇപ്പോഴും എഴുതപ്പെടാത്തതാണ്. ഒരുപക്ഷെ ഡൈനോസറുകളെ ഓർക്കുമ്പോൾ നമ്മൾ കാട്ടിലെ പല്ലുകളെയും നഖങ്ങളെയും അലർച്ചകളെയും കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്. ലോകം പുരാതനവും നിഗൂഢവും എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒന്നാണെന്ന് നാം ഓർക്കുന്നു. അതിജീവനത്തിന് ശക്തിയേക്കാൾ കൂടുതൽ ജ്ഞാനവും പൊരുത്തപ്പെടലും ചിലപ്പോൾ വിനയവും ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ജീവിതം വലുതും മനോഹരവും പൂർത്തിയാകാത്തതുമായ ഒന്നിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ സ്വയം ഓർമ്മിക്കുക. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ജനവാലയ്ക്ക് പുറത്തൊരു പക്ഷിയെ കാണുമ്പോൾ ഒന്ന് നിൽക്കുക. അത് തലകുനിക്കുന്നത് കാണുക. അതിൻ്റെ തൂവലുകൾ ശ്രദ്ധിക്കുക. ആകാശത്തേക്ക് അവ പറന്നുയരുന്നത് വീക്ഷിക്കുക. നിങ്ങൾക്ക് ഒരു ചെറിയ ഡൈനോസറിനെ കാണാം. ഇപ്പോഴും അവയിവിടെ അതിജീവിക്കുന്നു. ഇപ്പോഴും കഥ പറയുന്നു. നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെ. പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ കണ്ണുകൾക്ക് ഇപ്പോൾ ഭാരമായിരിക്കാം. നിങ്ങൾ പുരാതന വനങ്ങളിലൂടെ അലഞ്ഞു തിരിയുകയും നീരാവി നിറഞ്ഞ ചതുപ്പുകൾക്ക് മുകളിലൂടെ തുകൽ ചിറകുകളിൽ പറക്കുകയും വളരെ കാലം കഴിഞ്ഞുപോയ ജീവികളുടെ ഉയർന്ന നിഴലുകൾക്ക് കീഴിൽ നിൽക്കുകയും ചെയ്തു. ടൈറനോസോറുകളുടെ അലർച്ച മങ്ങി. ഒരു കാലത്ത് കൂറ്റൻ കാലുകളാൽ ചവിട്ടിമെതിക്കപ്പെട്ടിരുന്ന ഫേൺ മരങ്ങളുടെ മൃദുലമായ മുഴക്കം ഇപ്പോൾ നിശബ്ദതയിലേക്ക് നീങ്ങുന്നു. ദിനോസറുകൾക്ക് ശുഭരാത്രി പറയാൻ സമയമായി. പക്ഷെ ഒരു വിടവാങ്ങൽ എന്ന നിലയിലല്ല. അത്ഭുതം, നിഗൂഢത, ഓർമ്മ എന്നിവയാൽ സമ്പന്നമായ ഒരു പ്രിയപ്പെട്ട കഥാപുസ്തകത്തിൻ്റെ പേജുകൾ പൂട്ടിവെക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഉറക്കത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരാദിമ ഭൂമിക്ക് മുകളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ സങ്കൽപ്പിക്കുക. നഗരങ്ങളില്ല, എഞ്ചിനുകളില്ല, ഇലകളുടെ അലർച്ച, ഒരു നാട്രാത്രിക വേട്ടക്കാരൻ്റെ വിദൂര വിളി, രഹസ്യങ്ങളാൽ ജീവനോടെയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മന്ദഗതിയിലുള്ള ശ്വാസം. ഒരു പൂർണ്ണചന്ദ്രന് മുകളിലുള്ള ഒരു ശാഖയിലിരിക്കുന്ന തിളങ്ങുന്ന ആകാശത്തേക്ക് കൗതുകത്തോടെ തലകുനിച്ച ഒരു ചെറിയ തൂവലുള്ള റാപ്റ്ററിനെ, അതായത് ട്രൂഡോണിനെ സങ്കൽപ്പിക്കുക. അടുത്തെവിടെയെങ്കിലും ഭീമൻ അലമോസോറസ് നക്ഷത്രങ്ങൾക്കടിയിൽ ചരിത്രാതീത കാലത്തെ ഒരു പർവ്വതം പോലെ ഉറങ്ങുന്നു. ശക്തനായ ടീറെക്സ് പോലും താടിയെല്ലുകളാൽ വിശ്രമിക്കുകയും പതുക്കെ ശ്വസിക്കുകയും ചെയ്യുന്നു. രാത്രിയുടെ സംരക്ഷണത്തിന് കീഴിൽ അലഞ്ഞുതെകിയുന്നു. അതിനുശേഷം ഭൂമി 1000 തവണ തിരിഞ്ഞു. സമുദ്രങ്ങൾ ഉയരുകയും താഴുകയും ചെയ്തു. പർവ്വതങ്ങൾ തകരുകയും വീണ്ടും ഉയരുകയും ചെയ്തു. എന്നാൽ ആ കഥകൾ അവശേഷിക്കുന്നു. കല്ലിലെഴുതിയത്, കാറ്റിൽ മന്ത്രിച്ചത്, ഒരു പക്ഷിയുടെ ചിറകുകളുടെ ചലനത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. നിങ്ങൾ ഇപ്പോൾ നിശബ്ദമായി കിടക്കുന്നു. ആ നീണ്ട അസാധാരണമായ കഥയുടെ ഭാഗമാണ്. കാരണം ഡിനോസറുകളുടെ കഥ അവരുടെ മാത്രം കഥയല്ല, അത് നമ്മുടേതു കൂടിയാണ്. അതിജീവനത്തിൻ്റെ കഥ. അത്ഭുതം തോന്നുന്നു. അവസാനവും പുതിയ തുടക്കവും. പൊടിയും നക്ഷത്രങ്ങളും, എല്ലുകളും പക്ഷികളും എല്ലാം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും എന്താണെന്നതിൽ പ്രതിധ്വനിക്കുന്നു. അതിനാൽ പുരാതന വനങ്ങൾ പതുക്കെ മൂടൽമഞ്ഞിലേക്ക് മങ്ങാൻ അനുവദിക്കുക. ഭീമാകാരമായ കാൽപ്പാടുകളുടെ ഇടിമുഴക്കം നിങ്ങളുടെ ശ്വസനത്തിൻ്റെ മന്ദഗതിയുള്ള താളമായി മാറട്ടെ. അലർച്ചകൾ വിദൂര ലലപികളായി മാറട്ടെ. നിങ്ങൾ ഭീമന്മാരോടൊപ്പം നടന്നു. നിങ്ങൾ ഡ്രാഗണുകളുമായി പറന്നു. ഇപ്പോൾ വിശ്രമിക്കാനുള്ള സമയമായി. ഗുഡ് നൈറ്റ്, ചെറിയ പാലിയന്റോളജിസ്റ്റ്. കാലത്തിൻ്റെ ചിറകുകൾക്കടിയിൽ ആഴത്തിലുറങ്ങുക. നാളെ വേൾഡ് കാത്തിരിക്കുന്നു. എന്നാൽ തൽക്കാലം ഡിനോസറുകൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിരീക്ഷിക്കട്ടെ.